ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ തിരയും തീരവും, അധ്യായം 16. സൈമൺ തരകന്റെ പുറകെ റോയ് സൈമണും ഡാൻഡസും എൽസമ്മയും കൂടി ചെന്നു. സൈമൺ തരകൻ സിറ്റൗട്ടിലിറങ്ങിയത് കണ്ട് ശൗരിക്കുട്ടി ചോദിച്ചു, മുതലാളി ബംഗ്ലാവിനകത്തുണ്ടായിരുന്നോ? നിങ്ങളുടെ ആൾക്കാരെ കൊണ്ടുവിടാൻ വന്നതാ. ഇങ്ങോട്ട് ഇറങ്ങി വന്ന് സ്വീകരിച്ചുകൊണ്ട് പോകുന്നോ, അതോ ഞാനങ്ങോട്ട് കൊണ്ടുതരണോ? സൈമൺ തരകൻ കടപ്പല്ല് ഞെരിക്കുന്ന ശബ്ദം തൊട്ടുപുറകിൽ നിന്ന് എൽസമ്മ കേട്ടു. നിങ്ങൾ അങ്ങോട്ട് പോകണ്ട കേട്ടോ, അവൻ അവിടെ നിന്ന് വായ്ക്ക് തോന്നിയത് വിളിച്ചു പറഞ്ഞിട്ട് പോട്ടെ. നമ്മുടെ ഗേറ്റിൻ്റെ മുൻപിൽ വന്ന് നിന്നോണ്ടല്ലേ വെല്ലുവിളി. റോയ് സൈമൺ രോഷാകുലനായി. അതിന് നമുക്കെന്താ? വല്ലവനും ഭ്രാന്ത് പിടിച്ച് തോന്നിയാസം വിളിച്ചു പറയുന്നിടത്ത് മറുപടി പറയാൻ നിൽക്കുവാണോ നമ്മൾ? മമ്മി, ഭ്രാന്തനൊന്നുമല്ലല്ലോ അവൻ. നമുക്ക് മാനക്കേടാ. അവനെ വെടിവെച്ച് കൊല്ലുകയോ വേണ്ടത്. റോയ് ചായൻ മിണ്ടാതിരിക്കുക, ഡാൻഡസ് ശാസിച്ചു. ആഹാ, ഭാര്യയും മക്കളും എല്ലാവരും ഉണ്ടല്ലോ. ഇങ്ങോട്ട് ഇറങ്ങി വരാൻ മടിയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. ശൗരിക്കുട്ടി ജീപ്പിൻ്റെ ബോണറ്റിൽ നിന്ന് താഴെ ഇറങ്ങി. അവൻ തന്നെ ഗേറ്റ് മലർക്കെ തുറന്നിട്ടു. പിന്നെ വന്ന് ജീപ്പിൽ കയറിയിരുന്നു. ജീപ്പ് ഓടിച്ച് കാരക്കാട്ട് ബംഗ്ലാവിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറ്റി. സിറ്റൗട്ടിൻ്റെ വിളുമ്പത്ത് ബമ്പർ മുട്ടിയില്ല എന്ന മട്ടിൽ ജീപ്പ് കൊണ്ടുപോയി നിർത്തി. ശൗരിക്കുട്ടി താഴെ ഇറങ്ങി. ആദ്യം ഏലിയാസിനെ വലിച്ച് താഴെ ഇറക്കി. അയാൾ അടികൊണ്ട് അവശനായിരുന്നു. അയാളുടെ കോളറിന് കുത്തിപ്പിടിച്ച് ശൗരിക്കുട്ടി ചോദിച്ചു, ആരാടാ ബിജോയുടെ വീട്ടിൽ ചെന്ന് എൻ്റെ പെങ്ങടെ കല്യാണം മുടക്കാൻ നോക്കിയത്? കൈ ഓങ്ങിക്കൊണ്ടാണ് ചോദ്യം. ഏലിയാസ് മറുപടി പറയാൻ അറച്ചു. അടുത്ത നിമിഷം മുഖത്ത് അടി വീണു. ഞാനാ. ഏലിയാസ് ഞരങ്ങി. അയാളുടെ വായിൽ ചോര ചുവച്ചു. ആര് പറഞ്ഞിട്ടാ ചെയ്തത്? ശൗരിക്കുട്ടി വീണ്ടും ചോദിച്ചു. ഏലിയാസ് റോയ് സൈമണിൻ്റെ നേർക്ക് കൈ ചൂണ്ടി. പേര് പറയടാ. ശൗരിക്കുട്ടി ആജ്ഞാപിച്ചു. റോയ്ച്ചൻ സാറ് പറഞ്ഞിട്ടാ. റോയ്ച്ചൻ സാറ്. ശൗരിക്കുട്ടി ഏലിയാസിനെ പരിഹസിച്ചു. എന്നിട്ട് റോയ് സൈമണെ നോക്കി. എടാ, നീ പള്ളിക്കൂടത്തിൽ പോയിട്ടുള്ളവനല്ലേ? ഡിഗ്രി വരെയൊക്കെ പഠിച്ചു കാണുമല്ലോ. എടാ, നിനക്ക് നാണമില്ലേ? ഏഷണിക്കാർ പെണ്ണുങ്ങൾ ചെയ്യണ മാതിരി കല്യാണം മുടക്കാനൊക്കെ ഇറങ്ങിത്തിരിക്കാൻ. നീ ശരിക്കും ആണാണോടാ? ശൗരിക്കുട്ടി പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ എൽസമ്മ റോയിയെ നോക്കി. നോക്കണ്ടതല്ലേ, പറഞ്ഞത് സത്യമാ. സൈമൺ തരകൻ്റെയല്ലേ സന്തതി. അണലിക്ക് കുഞ്ഞുങ്ങളുണ്ടായതുപോലെയാ. ഒറ്റ എണ്ണമെങ്കിലുമുണ്ടോ ചൊവ്വുള്ളത്? നീയാണത് പറയാൻ ഏറ്റവും യോഗ്യൻ, ഡാൻഡസ് ദേഷ്യത്തിൽ പറഞ്ഞു. നിന്നെ ഞാൻ ഈ കൂട്ടത്തിൽ പെടുത്തിയിട്ടില്ല. നീ കലാകാരനാണല്ലോ. നിന്റെ മോന്തയും പ്രകൃതവും കണ്ടിട്ട് നീ സൈമൺ തരകൻ്റെ മോനാണെന്ന് എനിക്കിന്നേ വരെ തോന്നിയിട്ടില്ല. എടാ പട്ടി, എൻ്റെ മുറ്റത്ത് കയറി വന്ന് നിന്നോണ്ട് പോക്കൃത്തരം പറയരുത്. സൈമൺ തരകൻ വിരൽ ചൂണ്ടി ആക്രോശിച്ചു. പട്ടി ഞാനല്ല, എൻ്റെ അപ്പൻ. എന്നെ ജനിപ്പിച്ചവൻ ആരാണോ ആ നാറി. ശൗരിക്കുട്ടി പരിഹാസത്തിൽ പറഞ്ഞു. ഞാൻ എൻ്റെ അപ്പനെ പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പരാതിയുണ്ടോ? അതൊരു വല്ലാത്ത ചോദ്യമായിരുന്നു. എൽസമ്മ തൻ്റെ ഭർത്താവിനെ നോക്കി. മക്കൾ അവരുടെ അപ്പനായ സൈമൺ തരകനെയും. സൈമൺ തരകൻ വിഷം തൊണ്ടയിൽ തടഞ്ഞ പോലെ നിന്നു. ശൗരിക്കുട്ടി ജീപ്പിലുണ്ടായിരുന്നവരെ ഓരോരുത്തരെയായി വലിച്ചു പുറത്തിറക്കി. അവരെ സിറ്റൗട്ടിന് മുന്നിൽ നിർത്തി. തല്ലാൻ മിടുക്കുള്ള ഗുണ്ടകൾ വേണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഞാൻ ശരിയാക്കി തരാമെടാ. ഇത് വെറും മൊണ്ണകൾ. ശൗരിക്കുട്ടി പറഞ്ഞു. ഇവന്മാർക്ക് ഒരു കുപ്പി ബ്രാൻഡിയോ വിസ്കിയോ വാങ്ങിച്ചുകൊട്. ഓരോരുത്തരും 2 കോഴിമുട്ട വീതം പച്ചയ്ക്ക് ഉടച്ച് വായിലൊഴിച്ചു കുടിച്ചോ. ക്ഷീണവും ചതവും മാറാൻ നല്ലതാ. ഒരു സ്കൂട്ടി കാരക്കാട്ട് ബംഗ്ലാവിലേക്കുള്ള പോക്കറ്റ് റോഡിലൂടെ വരുന്നുണ്ടായിരുന്നു. അത് ഗേറ്റ് കടന്ന് സിറ്റൗട്ടിന് നേർക്ക് വന്നു. അത് സോണിയ റോസ് ആയിരുന്നു. അവൾ സ്കൂട്ടിയിലിരുന്നു കൊണ്ട് ഹെൽമെറ്റ് അഴിച്ച് കയ്യിൽ പിടിച്ചു. എന്നിട്ട് പകച്ച മട്ടിൽ ഓരോരുത്തരെയും നോക്കി. എച്ചിൽ കൈകളോടെ നിൽക്കുന്ന സൈമൺ തരകൻ, ഭാര്യ, മക്കൾ, കൈകെട്ടി തലതാഴ്ത്തി നിൽക്കുന്ന അവശരായ ഏതാനും പേർ, പിന്നെ ശൗരിയുടെ മുഖത്തേക്ക് നോക്കിയതും അവളുടെ നെഞ്ചിൽ പേടിയുടെ ചിറകനങ്ങി. സോണിയ സിറ്റൗട്ടിലേക്ക് കയറാൻ ഭാവിച്ചപ്പോൾ ശൗരിക്കുട്ടി തടഞ്ഞു. ഇവിടൊരു അടിയന്തര മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് കയറിയാൽ മതി. എവിടെ മീറ്റിംഗ്? സോണിയ ചുറ്റും നോക്കി. നിനക്ക് കണ്ണു കാണാൻ പാടില്ലേ? ഞാനാണ് മീറ്റിംഗ് നടത്തണത്. അങ്ങോട്ട് മാറുന്നില്ല. ശൗരിക്കുട്ടി കൈ ചൂണ്ടി ആജ്ഞാപിച്ചു. സോണിയ പതറി നിന്നു. ശൗരിക്കുട്ടി മറ്റുള്ളവരെ നോക്കി. അപ്പൻ മുതലാളിയോടും മകൻ മുതലാളിയോടും കൂടി പറയുക, നിങ്ങൾ മുടക്കിയാൽ മുടങ്ങുന്നതല്ല എൻ്റെ പെങ്ങടെ കല്യാണം. ഞാനത് നടത്തേണ്ട ദിവസം കൃത്യസമയത്ത് തന്നെ നടത്തും. ഞാൻ ക്ഷണക്കത്തുകൊണ്ട് വരുന്നുണ്ട് ക്ഷണിക്കാൻ. അതാണല്ലോ ആചാരം. ആരും മിണ്ടുന്നില്ല. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞേക്കാം. എൻ്റെ പെങ്ങടെ കല്യാണം മുടക്കാൻ നോക്കിയവരല്ലേ നിങ്ങൾ. ഇനി ഈ വീട്ടിലാരെങ്കിലും കല്യാണം കഴിക്കണമെങ്കിൽ എന്നോട് ചോദിക്കണം. ഒരൊറ്റ കല്യാണം പോലും ഞാൻ നടത്തിക്കില്ല. 3 തരം. ശൗരിക്കുട്ടി മുഖം തിരിച്ച് സോണിയയെ നോക്കി.
ഞാനീ പറഞ്ഞത് നിന്നോടും കൂടിയാ. ഇവിടെ ഒരുത്തനെ കല്യാണം കഴിച്ച് ഈ വീട്ടിലോട്ട് വലതുകാലം വെച്ച് വന്നു കയറാമെന്ന് നീ സ്വപ്നത്തിൽ പോലും കരുതണ്ട. അത് ഇയാളല്ലല്ലോ തീരുമാനിക്കുന്നത്. സോണിയ റോസ് ദേഷ്യപ്പെട്ട് പറഞ്ഞു. നിന്റെ കാര്യം തീരുമാനിക്കുന്നത് ഞാനാ. നിന്റെ അപ്പനുണ്ടല്ലോ, അറയ്ക്കൽ ചാർലി, അയാൾ പോലുമല്ല. നീ അവിടെ നില്ല. ഞാനിവിടെ പറയാനുള്ളത് പറഞ്ഞു തീർത്തോട്ടെ. ശൗരി സൈമൺ തരകൻ്റെ നേരെ തിരിഞ്ഞു. ഇയാൾ ഫിഷിംഗ് ബോട്ട് വാങ്ങാൻ പോണെന്നോ മീൻ ഫാക്ടറി തുടങ്ങാൻ പോണെന്നോ ഒക്കെ കേട്ടല്ലോ. നടക്കത്തില്ല കേട്ടോ. ഞാൻ ഈ ചെല്ലിക്കടപ്പുറത്ത് ചെയ്യാൻ പോണ കാര്യങ്ങൾ അതൊക്കെ. എന്നെ വെല്ലുവിളിച്ച നിങ്ങൾ തോറ്റുപോകും. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കൊച്ചിൻ ഫൈനാൻസിയേഴ്സിൽ ഭൂമി ഈടുവയ്ക്കാൻ പോണെന്ന് കേട്ടു. അതും നടക്കത്തില്ല. എനിക്കും കൂടി അവകാശപ്പെട്ട സ്ഥലങ്ങൾ പണയപ്പെടുത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. നീ പോടാ തെണ്ടി, ചെറ്റെ, പട്ടി, ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടുമുറ്റത്തുനിന്ന്. എന്തൊക്കെ ചെയ്യണമെന്നും എങ്ങനെയൊക്കെ ജീവിക്കണമെന്നും സൈമൺ തരകൻ അറിയാം. നീ എന്നെ പഠിപ്പിക്കണ്ട കേട്ടോ. നിനക്ക് ജയിലിൽ തിന്നാനുള്ള ഗോതമ്പുണ്ട അങ്ങ് പഞ്ചാബിൽ വിതച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ വിളവെടുത്ത് ഇങ്ങോട്ട് വന്നോട്ട്. അതുവരെ നീ ചിരട്ട വെള്ളത്തിലെ വാൽമാക്രി പോലെ കൂത്താടി മറിഞ്ഞ് രസിക്കുക. സോണിയ റോസ് നിൽക്കുന്നതുകൊണ്ട് സൈമൺ തരകൻ വായിൽ വന്ന തെറികളെല്ലാം വെട്ടിച്ചുരുക്കിയാണ് പറഞ്ഞത്. ചുമ്മാ നാക്കിട്ടടിക്കാതടോ. ചെല്ലിക്കടപ്പുറത്തു നിന്ന് പല്ലും നഖവും ഞാൻ പിഴുതെടുത്ത് കളഞ്ഞില്ലേടോ. അവസാനത്തെ വേരും കൂടെ ഞാൻ മാന്തിയെടുത്ത് കളയും. താൻ കാത്തിരുന്നോ. അതും പറഞ്ഞ ശൗരിക്കുട്ടി സോണിയ റോസിൻ്റെ മുന്നിലേക്ക് ചെന്നു. നീ ആരോട് ചോദിച്ചിട്ടാടി കൊതുകു വണ്ടിയും എടുത്തോണ്ടിറങ്ങിയത്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കാരക്കാട്ട് ബംഗ്ലാവിലോട്ട് പോകരുതെന്ന്? അത് പറയാൻ നിങ്ങളാരാ? സോണിയ ഒരു ചൂട് പിന്നോക്കം മാറി. ഞാൻ ആരാണെന്നോ? ശൗരിക്കുട്ടി മുണ്ടു മാടിക്കുത്തി. കൈ ചുരുട്ടിക്കയറ്റി സോണിയയെ നോക്കി കണ്ണുരുട്ടി. കയറടി വണ്ടിയിൽ. വന്ന വഴിക്ക് പോയിക്കോ. സോണിയ റോസ് ഭയന്നുപോയി. ഒരാശ്രയത്തിനായി അവൾ സിറ്റൗട്ടിലേക്ക് നോക്കി. അങ്ങോട്ട് നോക്കണ്ട. അവന്മാർക്ക് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് നിൽക്കുക. നിന്നോട് വണ്ടിയെടുക്കാനാ പറഞ്ഞത്. അപ്പോഴേക്കും ഡാൻഡസ് മുന്നോട്ട് വന്നു. അവൾ എന്നെ കാണാൻ വന്നതാ. അവളെ തടയാൻ നിനക്കെന്ത് കാര്യം? നിന്നെ കാണാൻ അവൾക്കെന്ത് കാര്യം? നിന്റെ ഈ വെള്ളലുവ പോലുള്ള തടി കേടാക്കല്ലേ. കലാകാരനായതുകൊണ്ടാ ഞാൻ നിന്നെ കൈവയ്ക്കാത്തത്. ഞാൻ തൊട്ട നീ പിന്നെ വെടക്ക. ഡാൻഡസിനോട് അത്രയും പറഞ്ഞിട്ട് ശൗരിക്കുട്ടി സോണിയയെ നോക്കി. നിന്നോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അല്ലേ? ശൗരി അവളെ നിന്ന നിൽപ്പിൽ പൊക്കിയെടുത്ത് സ്കൂട്ടിയുടെ സീറ്റിന് മീതെ കൊണ്ടുചെന്ന് വെച്ചു. അവളുടെ കയ്യിൽ നിന്ന് താക്കോൽ പിടിച്ചു വാങ്ങി കീഹോളിൽ തിരികെ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് വലങ്കാൽ വായുവിൽ വീശിയെടുത്ത് പിൻസീറ്റിലേക്കിരുന്നു. കൈ രണ്ടും നീട്ടി ഹാൻഡിലിൽ പിടിച്ചു. അടുത്ത നിമിഷം സ്കൂട്ടി കാരക്കാട്ട് ബംഗ്ലാവിൻ്റെ മുറ്റത്തുനിന്ന് ചീറിപ്പാഞ്ഞുപോയി. അവളെ അവൻ കൊണ്ടുപോയി. എൽസമ്മ പരിഭ്രാന്തിയായി. മോനെ, അവളുടെ പപ്പയെ വിളിച്ചു പറ. അസ്തപ്രജ്ഞനായി നിന്ന ഡാൻഡസിനോട് എൽസമ്മ പറഞ്ഞു. പോലീസ് സ്റ്റേഷനിലും വിളിച്ചു പറ, റോയ് സൈമൺ പറഞ്ഞു. മക്കൾ സൈമൺ തരകൻ്റെ വാക്കിനു വേണ്ടി അയാളെ നോക്കി. ചെല്ലിക്കടപ്പുറത്തെ വൃദ്ധസിംഹത്തിൻ്റെ മുഖത്ത് നിസ്സഹായതയും ചിന്താക്കുഴപ്പവും മാത്രമേ കാണാനായുള്ളൂ. പോക്കറ്റ് റോഡ് കടന്ന് തീരദേശ ഹൈവേയിലെത്തിയപ്പോൾ ശൗരിക്കുട്ടി സോണിയ റോസിനോട് ചോദിച്ചു, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടണോ അതോ നീ എന്നെ വീട്ടിൽ കൊണ്ടുവിടുവോ? സോണിയ റോസ് ശൗരിക്കുട്ടിയുടെ വേലി കെട്ടിയ കൈകൾക്ക് മധ്യേ സീറ്റിൽ ചൂളിപ്പിടിച്ചിരിക്കുകയാണ്. വണ്ടി ഓടിക്കുന്നത് ശൗരിക്കുട്ടിയാണ്. താനൊരു സ്കൂൾ കുട്ടിയാണെന്ന് അവൾക്ക് തോന്നി. ശൗരിക്കുട്ടി ബ്രേക്ക് പിടിച്ച് സ്കൂട്ടി നിർത്തി. എങ്ങനെയാ? മറുപടി പറ. രണ്ടിലൊന്നേ നടക്കൂ. ഒന്നുകിൽ എന്നെ കൊണ്ടുവിടണം, അല്ലെങ്കിൽ നിന്നെ കൊണ്ടുവിടാം. ഏതാ? എനിക്കെൻ്റെ വീട്ടിൽ പോകണം. സോണിയ റോസ് മുഖം വീർപ്പിച്ചു പറഞ്ഞു. ഇന്നാ പിടിച്ചോ ഹാൻഡില്. നീ തന്നെ ഓടിച്ചോ. ഇയാൾ ഇറങ്ങുന്നില്ലേ? ഇല്ല, നിന്നെ കൊണ്ട് വിട്ടിട്ടേയുള്ളെന്ന്. ഇത്രയും വലിയ ഒരാളെ ബാക്കിൽ വെച്ചോണ്ട് ഞാൻ ഇതുവരെ ഓടിച്ചിട്ടില്ല. നീ ധൈര്യമായിട്ട് വിട്ടോ. ഞാനില്ലേ പുറകിൽ, ശൗരിക്കുട്ടി പറഞ്ഞു. സോണിയ റോസ് ആശങ്കയോടെ സ്കൂട്ടി ഓടിച്ചു നീങ്ങി. ആദ്യം ഇടത്തും വലത്തും വെട്ടിപ്പാളിയെങ്കിലും ക്രമേണ അവൾ സ്കൂട്ടി നിയന്ത്രണത്തിലാക്കി. നീ എന്നെ ഓർക്കാറുണ്ടോ പെണ്ണെ? ശൗരിക്കുട്ടി അവളുടെ കാതിൽ ചോദിച്ചു. ഞാനെന്തിനാ ഇയാളെ ഓർക്കുന്നേ? ചുമ്മാ ദേഷ്യം കൊണ്ട് ഓർക്കേണ്ടതാണല്ലോ. നിന്നെ ഞാനാ തുമ്പോളിക്കടപ്പുറത്ത് കൊണ്ടുപോയതും മസാജ് ചെയ്തതുമൊക്കെ ഓർക്കുമ്പം ദേഷ്യം വരേണ്ടതാണല്ലോ. എനിക്കിഷ്ടമില്ലാത്തതൊന്നും ഞാൻ ഓർക്കാറില്ല. അത് വെറുതെ ആ ശൗരിയെന്ന് പേരുള്ള തെമ്മാടി പോക്കിരി ഇടിവെട്ടിച്ചാവട്ടെന്നെങ്കിലും ഓർത്തുപോകും ആരായാലും. ഇയാൾ ഇടിവെട്ടിച്ചത്തിട്ട് എനിക്കെന്താ പുണ്യം? പക്ഷേ ഞാൻ ജീവിച്ചിരുന്ന ഡാൻഡസിനെ നിനക്ക് കിട്ടത്തില്ല. അതൊക്കെ എൻ്റെ പപ്പയും ഡാൻഡസിൻ്റെ പപ്പയും കൂടി വേണ്ട പോലെ നടത്തിക്കോളും. വേണ്ട പോലെ നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ഇയാൾ എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കണത്? ഞാൻ എന്തെങ്കിലും ഉപദ്രവം ചെയ്തോ ഇയാൾക്ക്? നീ എൻ്റെ ഇരയാ, ഡാൻഡസിനെ നശിപ്പിക്കാനുള്ള ഇര. ഡാൻഡസിനെ ഒന്നും ചെയ്യാൻ ഇയാൾക്ക് പറ്റില്ല. ദൈവം വരം കൊടുത്തിട്ടുണ്ട് ഡാൻഡസിന്. സംഗീതം.
എത്ര വലിയ സ്വത്തിനേക്കാളും വലുതാ അത്. അവൻ്റെ സംഗീതമൊക്കെ താനും നിൽക്കും. നീ അവനുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചേക്ക്. അവൻ പിച്ചച്ചട്ടിയെടുത്ത് തെണ്ടുന്നത് ഞാൻ കാണിച്ചു തരാം. നീ ഇന്നും കണ്ടിട്ടു പോകുന്ന കാരക്കാട്ട് ബംഗ്ലാവുണ്ടല്ലോ, അതിൻ്റെ ആയുസ് തീർന്നു. ഞാൻ ആ കുടുംബം തകർത്തു തരിപ്പണമാക്കും. ഇയാൾ എന്തു വേണമെങ്കിലും ചെയ്തോ, എന്നെ ഉപദ്രവിക്കാതിരുന്നാൽ മതി. ഞാൻ നിന്നെ ഉപദ്രവിക്കാനല്ല, രക്ഷിക്കാനാ നോക്കുന്നത്. വേണ്ട, വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നീ എൻ്റെ ഭാര്യയല്ലേ. ഭാര്യയോ? ചോദ്യവും ബ്രേക്ക് പിടുത്തവും ഒന്നിച്ചായിരുന്നു. നീ വണ്ടി വിട്. എന്തിനാ നിർത്തിയേ? എന്തിനാ വേണ്ടാത്ത വർത്തമാനം പറയുന്നത്? ഞാനൊരു സത്യമാ പറഞ്ഞത്. എന്ത് സത്യം? ഞാനിന്ന് രാത്രി തുമ്പോളി കടപ്പുറത്ത് വെച്ച് നിന്നെ കല്യാണം കഴിച്ചു. ഇയാൾക്കെന്താ വട്ടാണോ? കല്യാണം കഴിച്ചത്രേ. ഞാനിന്ന് നിന്റെ കഴുത്തിലൊരു മിന്നു കെട്ടി. സോണിയ റോസിനൊരു ഉൾക്കിടലമുണ്ടായി. ഇയാൾ അതിനും മടിക്കാത്തവനാണ്. എന്താ തെളിവ്? എൻ്റെ കയ്യിൽ വെച്ചിരിക്കുകയാണ് തെളിവ്. ആവശ്യം വരുമ്പോൾ ഞാൻ ആ തെളിവ് നിനക്ക് കാണിച്ചു തരും. കടപ്പുറത്ത് ഒരു പെണ്ണിനെ ബോധം കെടുത്തിയിട്ടിട്ട് കഴുത്തിൽ താലി കെട്ടിയ അത് കല്യാണമാകുമോ? അത്രയും ഗംഭീരമായൊരു കല്യാണം ലോകത്ത് വേറെ നടന്നിട്ടില്ല. കടൽ സാക്ഷി, ആകാശം സാക്ഷി, കടപ്പുറം സാക്ഷി, നക്ഷത്രങ്ങൾ സാക്ഷി, നിലാവ് സാക്ഷി, കാറ്റും മേഘവും സാക്ഷി. അതിൽ കൂടുതൽ എന്തു വേണം? വെറുതെ പറയാണ്. എനിക്കറിയാം, പച്ചക്കള്ളം. ഞാൻ നിന്നെ എൻ്റെ മടിയിലിരുത്തി എൻ്റെ ദേഹത്തോട് ചാരിയിരുന്ന തല എൻ്റെ തോളത്ത് വെച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ നിനക്കൊരു താലി കെട്ടട്ടേന്ന്. അപ്പോൾ നീ പതിയെ മൂളി. ദൈവമേ, അബോധാവസ്ഥയിലായിരിക്കും. ഞാൻ ഓർക്കുന്നു പോലുമില്ല. നീ കേട്ടു എൻ്റെ ചോദ്യം. അതുറപ്പാണ്? ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. ശൗരിക്കുട്ടി അത് കേട്ട് ചിരിച്ചു. വണ്ടിയെടുക്കടി, ആളുകൾ നോക്കണത് കണ്ടില്ലേ? സോണിയ റോസ് ചുറ്റും നോക്കി. ശരിയാണ്, വഴിപോക്കർ ശ്രദ്ധിക്കുന്നു, തുറച്ചു നോക്കുന്നു. സോണിയ സ്കൂട്ടി മുൻപോട്ടെടുത്തു. വീട്ടിൽ ചെല്ലുമ്പം എല്ലാവരും ചോദിക്കും, ഞാൻ നിന്നെ ഉപദ്രവിച്ചോന്ന്. ഞാൻ നിന്നെ ഉപദ്രവിച്ചോ? ഇല്ലല്ലോ. എന്നെ ബലമായിട്ട് പിടിച്ചു കയറ്റിക്കൊണ്ടു പോന്നില്ലേ എൻ്റെ സമ്മതമില്ലാതെ? നിന്നെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാ. ഞാൻ പോകരുതെന്ന് വിലക്കിയ സ്ഥലത്ത് എൻ്റെ ഭാര്യ പോകണത് ശരിയാണോ? ഞാൻ ഇയാളുടെ ഭാര്യയല്ലെന്ന്. അത് നിന്റെ വിചാരം. എൻ്റെ വിചാരമനുസരിച്ച് ചിന്തിച്ചു നോക്ക്. എനിക്ക് വളരെ മോശപ്പെട്ടതാണെന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് എൻ്റെ ഭാര്യയെ കണ്ട വഴക്ക് പറയണ്ടേ? ഞാൻ തിരിച്ച് വീട്ടിലെത്തിക്കണ്ടേ? അതല്ലേ ഉത്തരവാദിത്തം. ഞാൻ ഇയാളോട് തർക്കത്തിനില്ല. വിവരം വേണ്ടേ? ഓ, നിനക്ക് വിവരമുണ്ടാകുന്ന കാലത്ത് തർക്കിക്കാം. പെട്ടെന്ന് സോണിയ മുഖം വെട്ടിത്തിരിച്ചു നോക്കി. എനിക്കല്ല, ഇയാൾക്കാ. നേരെ നോക്കി വണ്ടി വിട്. ശൗരിക്കുട്ടി അവളുടെ തല പിടിച്ച് മുന്നോട്ട് തിരിച്ചു വെച്ചു. കാരക്കാട്ട് സൈമൺ അല്പം മുൻപാണ് അറയ്ക്കൽ ചാർലി സേവ്യറെ വിളിച്ച് ശൗരി സോണിയ റോസിനെ തട്ടിക്കൊണ്ടുപോയതായി അറിയിച്ചത്. ചാർലി ഉടൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചു. അതിനുശേഷം റോസ്മേരിയെയും കൂട്ടി മുറ്റത്ത് കിടന്ന കാറിൽ വന്ന് കയറി. കാർ ഗേറ്റിലെത്തിയപ്പോഴായിരുന്നു ആ കാഴ്ച. സോണിയ റോസ് സ്കൂട്ടി ഓടിച്ചുകൊണ്ടുവരുന്നു. പിൻസീറ്റിൽ ശൗരിക്കുട്ടി. ചാർലി സേവ്യർ ബ്രേക്ക് ചവിട്ടി. അധ്യായം 17. സോണിയ റോസ് ചാർലിയുടെ കാറിന് മുന്നിൽ സ്കൂട്ടി നിർത്തി. പപ്പയും മമ്മിയും മുൻസീറ്റിലിരിക്കുന്നത് അവൾ കണ്ടു. അവൾ പിന്നിലിരിക്കുന്ന ശൗരിക്കുട്ടിയെ നോക്കി. ഇയാളൊന്നിറങ്ങുന്നുണ്ടോ? ശൗരിക്കുട്ടി അതിന് മറുപടി പറയാതെ ചാർലിയുടെ കാറിന് നേർക്ക് കൈകാട്ടി. കാർ പുറകോട്ടെടുത്തു മാറ്റാനുള്ള ആംഗ്യമായിരുന്നു അത്. ചാർലി റിവേഴ്സ് ഗിയറിട്ട് കാർ പിന്നോട്ട് കൊണ്ടുപോയി. അകത്തോട്ട് കൊണ്ടുപോടി, ശൗരിക്കുട്ടി ആജ്ഞാപിച്ചു. ഇയാളെന്തിനാ എന്നെ എപ്പോഴും എടി പോടിന്നൊക്കെ വിളിക്കണേ? ഒരു സാമാന്യ മര്യാദ പോലുമില്ലാതെ. ചിലക്കാതടി മൈനെ. ശൗരിക്കുട്ടി കടുപ്പിച്ച് പറഞ്ഞത് കേട്ട് ആദ്യം അവൾ ഞെട്ടി. മൈന ഒരു പക്ഷിയാണല്ലോ എന്നോർത്ത് അടുത്ത നിമിഷം സമാധാനിക്കുകയും ചെയ്തു. സോണിയ റോസ് വീട്ടുമുറ്റത്തേക്ക് സ്കൂട്ടി ഓടിച്ചു കയറ്റി. ചാർലി സേവ്യറും ഭാര്യയും ഇതിനകം കാറിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. നിങ്ങളാരും പേടിക്കണ്ട. ശൗരി സ്കൂട്ടിയിൽ നിന്ന് വലങ്കാൽ വീശിയെടുത്ത് നിലത്ത് കുത്തിക്കൊണ്ട് പറഞ്ഞു. ഞാനിവളെ തട്ടിക്കൊണ്ടുപോയതല്ല. സുരക്ഷിതമായിട്ട് ഇവിടെ കൊണ്ടുവിടാൻ വേണ്ടി വന്നതാ. നീ അവളെ കാരക്കാട്ട് ബംഗ്ലാവിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയെന്നാണല്ലോ സൈമൺ തരകൻ പറഞ്ഞത്. അയാൾ വെറും ചെറ്റയല്ലേ? അതും പറയും, അതിലപ്പുറവും പറയും. ദാ ഇവളോട് ചോദിച്ചു നോക്ക്, ഞാൻ എന്തെങ്കിലും ഉപദ്രവം ചെയ്തോന്ന്. ശൗരിക്കുട്ടി പറഞ്ഞു. എൻ്റെ മോളെ നീ ബലമായിട്ട് പിടിച്ച് സ്കൂട്ടിയിൽ കയറ്റിക്കൊണ്ടു പോന്നതല്ലേ? അത് ശരിയാ. നിങ്ങളുടെ മോളെ നിങ്ങൾ കുറച്ചുകൂടി മര്യാദയ്ക്ക് വളർത്തണം. അവളുടെ തോന്നിയാസത്തിന് കയറൂരി വിട്ടിരിക്കുവാണല്ലോ. അവൾക്കെന്താണ് കാരക്കാട്ട് ബംഗ്ലാവിൽ കാര്യം? നിങ്ങളുടെ മോൾക്ക് വേണ്ടി കല്യാണം പറഞ്ഞ ചെറുക്കൻ താമസിക്കുന്ന വീട്. അത്രയല്ലേ ഉള്ളൂ. കല്യാണം കഴിപ്പിക്കുന്ന പെണ്ണിനെ വിടേണ്ടത് പ്രീ മാരേജ് കോഴ്സിനാ, അല്ലാതെ ചെറുക്കൻ്റെ വീട്ടിൽ പോയി അർമാദിക്കാനല്ല. ഇതൊക്കെ എവിടുത്തെ ശീലങ്ങളാണ്? ഞങ്ങളുടെ മോളെ എവിടൊക്കെ വിടണം, എന്തിനൊക്കെ വിടണമെന്ന് ഞങ്ങൾക്കറിയാം. ഇയാൾ പഠിപ്പിക്കണ്ട. ചാർലി ദേഷ്യം പൂണ്ടു. അങ്ങനെ വിടാൻ പറ്റത്തില്ലെന്ന്.
ശൗരിക്കുട്ടി പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റത്തില്ലെന്ന് തന്നെയാ അർത്ഥം. മേലാൽ ഇങ്ങനെ കറങ്ങി നടക്കണ കണ്ട ചെകിട് ഞാൻ അടിച്ചു പൊട്ടിക്കും. ഈയൊരു തവണ ഞാനങ്ങ് ക്ഷമിച്ചതാ. ഇയാൾക്ക് ഇതൊക്കെ പറയാൻ എന്താടോ അവകാശം? മകളോട് ചോദിച്ചു നോക്ക്, അവൾ പറഞ്ഞു തരും. മകളെ കുറച്ചുകൂടി അച്ചടക്കം പഠിപ്പിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുമേ. പറഞ്ഞില്ലെന്ന് പറയില്ല. ചാർലി സേവ്യർ മകളെ നോക്കി. അവൾക്ക് കൂസലൊന്നുമില്ല. ശൗരിയുടെ നേർക്ക് ദേഷ്യപ്പെടുന്നില്ല. പരാതിയൊന്നുമില്ലാത്ത പോലെ നിൽക്കുന്നു. മുൻപത്തെ സ്വഭാവത്തിനാണെങ്കിൽ നിലവിളിച്ച് കരഞ്ഞ് റോസ്മേരിയെ കെട്ടിപ്പിടിക്കേണ്ട പെണ്ണാണ്. അവൻ സോണിയയെ നോക്കി. അകത്തോട്ട് കയറി വല്ലതും എടുത്തുവെച്ച് കഴിക്ക്. ക്ഷീണമ്മ നിനക്ക്, വിശപ്പിൻ്റെ കുറവുണ്ട് നിനക്ക്. ഇനി കാണുമ്പം ഞാനൊരു അരിഷ്ടം കൊണ്ടുതരാം കേട്ടോ. മറുപടിക്ക് കാത്തു നിൽക്കാതെ ശൗരിക്കുട്ടി ഗേറ്റിന് പുറത്തേക്ക് നടന്നു. സോണിയ റോസ് ആശ്ചര്യത്തിൽ ആ പോക്ക് നോക്കി നിന്നു. അവൻ പറഞ്ഞത് ശരിയാണല്ലോ എന്ന് അവൾ ഓർത്തു. ഈയിടെയായി വിശപ്പില്ല. നീ എന്താ മോളെ മിഴിച്ചു നിൽക്കണേ? നിനക്കൊന്നും പറയാനില്ലേ? ചാർലി സേവ്യർ മകളോട് ചോദിച്ചു. ഞാൻ എന്തു പറയാനാ? അരിഷ്ടം വേണ്ടെന്ന് പറയണമായിരുന്നോ? സോണിയ പകച്ചു ചോദിച്ചു. അരിഷ്ടോ? അവൻ നിന്നെ എന്തെങ്കിലും ഉപദ്രവിച്ചോ? ഇല്ല പപ്പ, ഉപദ്രവിച്ചില്ല. നിന്റെ സമ്മതം കൂടാതെ നിന്നെ ബലമായിട്ട് സ്കൂട്ടിയിൽ കയറ്റിക്കൊണ്ടു വന്നതല്ലേ? പക്ഷേ നമ്മുടെ വീട്ടിലേക്കല്ലേ, വേറെങ്ങോട്ടും കൊണ്ടുപോയില്ലല്ലോ. അവനെന്താ അധികാരം നിന്നെ ബലമായി പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്നു വിടാൻ? റോസ്മേരി രോഷാകുലയായി. ആ, എനിക്കറിയില്ല. നിനക്ക് അവനോട് ചോദിക്കാമായിരുന്നില്ലേ? ഞാൻ ചോദിച്ചു. അപ്പോൾ എന്നോട് പറയാണ് ഞാൻ അയാളുടെ ഭാര്യയാണെന്നൊക്കെ. ഭാര്യയോ? നിന്നെ അവൻ എപ്പോൾ കല്യാണം കഴിച്ചു? തുമ്പോളിക്കടപ്പുറത്ത് വെച്ച് കഴിച്ചെന്നാ പറയുന്നത്. ഇതെന്താ, ബിരിയാണിയാണോ? എവിടെങ്കിലും കൊണ്ടുവച്ച് കഴിച്ചെന്ന് പറഞ്ഞാൽ മതിയോ? ആ, എനിക്കറിഞ്ഞുകൂടാ. നിനക്ക് ചോദിച്ചൂടായിരുന്നോ? ഞാൻ ചോദിക്കാമെന്ന് വെച്ചപ്പോൾ അയാൾ വേറെ വലിയ വലിയ കാര്യങ്ങളാ പറഞ്ഞുകൊണ്ട് വരുന്നേ. എനിക്ക് വയ്യ അയാളോട് തർക്കിക്കാൻ. തലയ്ക്ക് വട്ടുപിടിക്കും. നീ എന്തിനാ കാരക്കാട്ട് ബംഗ്ലാവിൽ പോയത്? ചാർലി ചോദിച്ചു. വെറുതെ. വെറുതെയോ? നീ ബ്യൂട്ടി പാർലറിൽ പോവുകയാണെന്നും പറഞ്ഞല്ലേ ഇവിടുന്ന് പോയത്? ഞാൻ ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഡാൻഡസ് വിളിച്ചു. വീട്ടിൽ കൂടി വരുമോയെന്ന് ചോദിച്ചു. വരില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ പരിഭവം. എന്നാൽ അവിടുന്ന് കയറിയിട്ട് പോരാമെന്ന് വിചാരിച്ചു. അവിടെ പോകുമെന്ന് ഇവിടുന്ന് വിളിച്ചു പറയണ്ടേ? അതോ നിനക്ക് തന്നിഷ്ടം പോലെ നടക്കാനുള്ള ലൈസൻസ് കിട്ടിയെന്നാണോ വിചാരം? അവിടെ ചെന്നിട്ട് അകത്തോട്ട് കയറിയതുപോലുമില്ല. അതിനു മുൻപേ ഇങ്ങു പോന്നു. പോന്നതാണോടി? റോസ്മേരി ശാസിച്ചു. ശൗരി പിടിച്ചോണ്ട് വന്നു വിട്ടതല്ലേ. അയാൾ ചെയ്തത് നല്ല കാര്യമാണെന്നാണോ മമ്മി ഇപ്പോൾ പറയുന്നത്? അയാൾ ചെയ്തത് അവിടെ നിൽക്കട്ടെ. നീ ചെയ്തത് ശരിയല്ലെന്നാ പറഞ്ഞത്. ഇനി ഞാൻ അങ്ങോട്ട് പോണില്ല, പോരെ? സോണിയ റോസ് പരിഭവിച്ച് വീടിനുള്ളിലേക്ക് കയറിപ്പോയി. പോലീസിൽ വിവരം അറിയിച്ചല്ലോ. ഇനിയിപ്പോൾ അവരോടെന്തു പറയും? ചാർലിക്ക് ആശയക്കുഴപ്പമായി. അവളോട് ചോദിക്ക്, റോസ്മേരി നിർദ്ദേശിച്ചു. ഞാൻ ആദ്യം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയട്ടെ അവൾ തിരിച്ചെത്തിയെന്ന്. ചാർലി അപ്പോൾ തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു. മകൾ വീട്ടിലെത്തിച്ചേർന്നുവെന്ന് അറിയിച്ചു. ശൗരി പിടിച്ചോണ്ട് പോയെന്നല്ലേ പറഞ്ഞത്? CI എബ്രഹാം മാറ്റി ചോദിച്ചു. അത് ശരിയാ, പക്ഷെ ശൗരി തന്നെ ഇവിടെ എത്തിച്ചു. നിങ്ങളുടെ മകളെ അവൻ ഉപദ്രവിച്ചോ? ഉപദ്രവിച്ചെങ്കിൽ കേസെടുക്കണം. ഇല്ലെന്ന് അവൾ പറഞ്ഞത്. അവൾക്കോ നിങ്ങൾക്കോ പരാതി എന്തെങ്കിലുമുണ്ടോ? ചാർലി ആലോചിക്കാൻ 2 നിമിഷമെടുത്തു. പരാതി ഉണ്ടെന്ന് പറഞ്ഞാൽ ശൗരിക്കെതിരെ കേസെടുക്കുമായിരിക്കും. അവൻ ജാമ്യമെടുത്ത് ഇറങ്ങും. കേസും വക്കാലത്തുമായി തൻ്റെ മകൾ കോടതി കയറി ഇറങ്ങേണ്ടി വരും. ഇത്തവണത്തേക്ക് പോട്ടെ, കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. പക്ഷേ ഇതുകൊണ്ടൊന്നും അവൻ്റെ ശല്യം തീരുമെന്ന് വിചാരിക്കണ്ട. നിങ്ങളുടെ മകളെ അവൻ കൊണ്ടുപോകും. വെടക്കാക്കിയിട്ട് തനിക്കാക്കുക എന്നൊരു ചൊല്ലുണ്ടല്ലോ. പൂച്ച കടിച്ച മീൻ പൂച്ചയ്ക്കുള്ളത് തന്നെ. ഇനി ഞങ്ങൾ സൂക്ഷിച്ചോളാം. താങ്ക് യു സർ. ചാർലി ഫോൺ കട്ട് ചെയ്തിട്ട് ആശ്വാസത്തിൽ ഭാര്യയെ നോക്കി. അവനെ 2 തല്ലുകൊള്ളിക്കേണ്ടതായിരുന്നു. തെമ്മാടിത്തരമല്ലേ കാണിച്ചത്? അവനും അവളും കൂടി സ്കൂട്ടിൽ പോരുന്നത് എത്ര പേര് കണ്ടു കാണും? അവർ കാണുന്നവരോടെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കില്ലേ? അറയ്ക്കൽ ചാർലിയുടെ മോളും ചെല്ലിക്കടപ്പുറത്തെ ശൗരിയും കൂടി സ്കൂട്ടിയിൽ ഒട്ടിപ്പിടിച്ചിരുന്ന് പോണ കണ്ടെന്ന്. അതിപ്പോൾ കണ്ടവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു കാണും. പോലീസൊന്നും ശൗരിയെ തല്ലാറില്ല. അവന് പോലീസിലും പിടിപാടുണ്ട് റോസേ. അഥവാ അവനെ തല്ലിയിട്ടുണ്ടെങ്കിൽ എവിടെങ്കിലും വെച്ച് അവൻ തിരിച്ചു കൊടുക്കും. ആൻ്റപ്പൻ്റെ മകനോട് ചെയ്തത് കണ്ടില്ലേ? വാരിയല് ചവിട്ടി ഒടിച്ചു കളഞ്ഞു. അങ്ങനെ ഒരാളെ പേടിക്കാൻ പറ്റുമോ ചാർലിച്ചായ? ഈ പറയുന്ന കേട്ട തോന്നും അവസാനം നമ്മുടെ മോളെയും അവൻ തന്നെ കൊണ്ടുപോകുമെന്ന്. അതൊന്നും നടക്കില്ല. അത്രയ്ക്കൊന്നും ശൗരി വളർന്നിട്ടില്ല. ഇത് വെള്ളരിക്ക പട്ടണമൊന്നുമല്ലല്ലോ. ഭാര്യയും ഭർത്താവും സംസാരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. സോണിയ കിടക്കയിൽ പാതി കമിഴ്ന്ന മട്ടിൽ കിടന്ന് ശൗരിക്കുട്ടിയെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു. അവനോടുള്ള ദേഷ്യത്തിന് തന്നെ ഒരു ത്രില്ലുണ്ടെന്ന് അവൾക്ക് തോന്നി. ശൗരിയെ കരയിലും കടലിലും വെച്ച് കൊല്ലാൻ ശ്രമിച്ച ആളാണ് കാരക്കാട്ട് സൈമൺ തരകൻ.
ആ സൈമൺ തരകനെ കാരക്കാട്ട് ബംഗ്ലാവിൽ ചെന്ന് വെല്ലുവിളിച്ചിട്ട് ശൗരിയോട് എതിരിടാൻ സൈമൺ തരകനുമില്ല ധൈര്യം. 3 ആൺമക്കൾക്കുമില്ല. എല്ലാവരും ആ സിറ്റൗട്ടിൽ സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു. മാത്രമല്ല അവരുടെ കുറേ ആളുകളെ ശൗരി അവിടെ കൊണ്ടുവന്ന് വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാം ശരിക്കും കൊടുത്തിട്ടുണ്ടെന്ന് തീർച്ച. ഇതിനെല്ലാമുള്ള ധൈര്യം എവിടുന്ന് കിട്ടുന്നുവെന്ന് സോണിയ റോസ് ആശ്ചര്യപ്പെട്ടു. 58 കിലോ ഭാരമുള്ള തന്നെ അവൻ തൂവൽ പോലെയാണ് തൂക്കിയെടുത്ത് സ്കൂട്ടിയിലിരുത്തിയത്. തനിക്ക് ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് അറിയാഞ്ഞിട്ടില്ല. ആരെയും നേരിടാനുള്ള ചങ്കുറ്റം. അവനെങ്ങനെയാണ് ഇത്രയ്ക്ക് അഹങ്കാരിയായി തീർന്നത്? ഡാൻഡസ് ആണെങ്കിൽ ഒരു പാവത്താൻ. ആരെയും നോവിക്കാൻ ഇഷ്ടമില്ല, ആരോടും വഴക്കിനില്ല, ആരെയും വെല്ലുവിളിക്കാനില്ല. ശാന്തമായ മനസ്സും സാധുപ്രകൃതവും സൗമ്യമായ സംഭാഷണവും മൃദുഭാവങ്ങളും. അതിന് നേർ വിപരീതമാണ് ശൗരി. ഒരു 25 പേരെ അടിച്ചു വീഴ്ത്തിയിട്ട് തോർത്തഴിച്ച് തലയിൽ കെട്ടി ഇനി ആരട എന്ന മട്ടിൽ നിൽക്കുന്ന സിനിമയിലെ ഹീറോയെപ്പോലെയാണ് അവൻ. ഒരാൾ പൂച്ചക്കുഞ്ഞാണെങ്കിൽ അടുത്തയാൾ പുലിക്കുട്ടി. താനിങ്ങനെ 2 പേരെയും തമ്മിൽ താരതമ്യം ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ലെന്ന് സോണിയയ്ക്ക് തോന്നി. കലാകാരനാണ് ഡാൻഡസ് സൈമൺ. ശൗരി 1 ഡസൻ പേരെ അടിച്ചു വീഴ്ത്തുമെങ്കിൽ ഡാൻഡസ് 1000 പേരെ തൻ്റെ സംഗീത മന്ത്രം കൊണ്ട് മയക്കിക്കളയും. ശൗരിയോടൊപ്പം സ്കൂട്ടിയിൽ പോന്ന രംഗം അവളൊന്ന് ഓർത്തു നോക്കി. ഒരു ചമ്മലുണ്ടായിരുന്നു എന്നത് ശരി, പക്ഷേ നല്ല ധൈര്യമായിരുന്നു. ഒരു വണ്ടിയും വന്ന് സ്കൂട്ടിയെ ഇടിക്കില്ല. ഒരുത്തനും ഈ പെണ്ണിനെയും കൊണ്ട് നീ എവിടെ പോകുന്നടാ എന്ന് ചോദിക്കാൻ ധൈര്യപ്പെടില്ല. ശൗരിയുടെ കൂടെ എവിടെ പോയാലും ഒരു സദാചാര പോലീസുകാരനും ചോദ്യം ചെയ്യാൻ വരില്ല. ഡാൻഡസിനോടൊപ്പം എടത്തുവായിൽ പോയത് സോണിയ റോസ് ഓർത്തു. ഡാൻഡസിൻ്റെ അങ്കിളിൻ്റെ വീട്ടിലേക്കുള്ള യാത്രാമധ്യേ അതിവിശാലമായ ജലപ്പരപ്പ് കണ്ട് കാർ നിർത്തി ഇറങ്ങി. താനും ഡാൻഡസും കൂടി മൊബൈലിൽ ഫോട്ടോ എടുത്ത് നടക്കുകയായിരുന്നു. അപ്പുറത്തെ കലുങ്കിലിരുന്ന ഏതാനും പേർ തങ്ങളുടെ അടുത്തേക്ക് വന്നു. ഏതാടാ ഈ പെണ്ണ്? എവിടുന്ന് അടിച്ചെടുത്തോണ്ട് വന്നടാ? ഡാൻഡസ് വിളറിപ്പോയി. കാറിൽ നിന്ന് ഡാൻഡസിൻ്റെ മമ്മി ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ സദാചാരക്കാർ സ്ഥലം വിട്ടു. ഡാൻഡസിന് പകരം ശൗരിയായിരുന്നെങ്കിലോ? ഏതാടാ ഈ പെണ്ണ് എന്ന ചോദ്യം തീരുന്നതിന് മുൻപ് അവൻ്റെ ചെകിട്ടത്ത് അടിപൊട്ടിയിരിക്കും. എൻ്റെ പെണ്ണ, നീ ആരാടാ ചോദിക്കാൻ എന്നൊരു മറുചോദ്യവും ഒപ്പം കഴിയും. പിന്നെ അവരെല്ലാം കണ്ടം വഴി ഓടുന്നതേ കാണാൻ പറ്റൂ. പക്ഷേ ഡാൻഡസിൻ്റെ സമാധാനപ്രിയമാണ് നല്ലത്. ഡാൻഡസ് കലഹമുണ്ടാക്കുമെന്നൊരു ടെൻഷനേ വേണ്ട. സ്കൂട്ടിയിൽ ഒന്നിച്ച് ശൗരിക്കുട്ടിയോടൊപ്പം വന്നപ്പോൾ അവൻ പറഞ്ഞ വാക്കുകൾ വീണ്ടും ഒരു നടുക്കമുണർത്തിക്കൊണ്ട് അവളുടെ ഓർമ്മയിലേക്ക് വന്നു. താൻ അവൻ്റെ ഭാര്യയാണ്. അന്ന് രാത്രി തുമ്പോളി കടപ്പുറത്ത് വെച്ച് സർവ്വചരാചരങ്ങളെയും സാക്ഷി നിർത്തി അവൻ തൻ്റെ കഴുത്തിൽ താലി ചാർത്തിപ്പോലും വെറുതെ പറയുന്നതാണ്. തന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? അതിനുവേണ്ടി താലി കയ്യിൽ കൊണ്ടു നടക്കുകയായിരുന്നോ? ശൗരി ആയതുകൊണ്ട് വിശ്വസിക്കാനും വയ്യ, വിശ്വസിക്കാതിരിക്കാനും വയ്യ. അവൻ എന്തും ചെയ്തു കളയും, എന്തും ചെയ്യാതെയുമിരിക്കും. മര്യാദയുടെ ഇങ്ങേയറ്റവും തെമ്മാടിത്തരത്തിൻ്റെ അങ്ങേയറ്റവും അവൻ്റെ കയ്യിലുണ്ട്. അവൻ തൻ്റെ കഴുത്തിൽ താലിച്ചരട് കെട്ടിയപ്പോൾ പ്രകൃതിയൊക്കെ അതിഗംഭീരമായി സാക്ഷി നിന്നു പോലും. അതല്ല രസം. അവൻ തന്നോട് അനുവാദം ചോദിച്ചിട്ടാണ് കെട്ടിയത്. ഞാൻ നിന്നെ കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ താൻ സമ്മതം മൂളിയത്രേ. എന്തോ ശബ്ദം കേട്ടപ്പോൾ അബോധാവസ്ഥയിൽ ഞരങ്ങിക്കാണും. അതാണ് സമ്മതം മൂളൽ. പിന്നെ അവൻ്റെ മടിയിലിരുത്തിക്കൊണ്ട് ദേഹത്തേക്ക് ചാരി അവൻ്റെ തോളത്തേക്ക് തല ചായച്ചു വെച്ച്, ഛേ, എല്ലാം ശുദ്ധ നുണയാണ്. ഇനി അങ്ങനെ സംഭവിച്ചെന്നിരിക്കട്ടെ. ബോധമില്ലാത്ത അവസ്ഥയിലെ ഒരു തരത്തിലുള്ള പെരുമാറ്റത്തിനും താൻ ഉത്തരവാദിയല്ല. പക്ഷേ ഒരു കാര്യം സത്യമാണ്. ആ രാത്രി താൻ അവൻ്റെ കൈകളിലായിരുന്നു. അന്ന് രാത്രി ഏതുതരം സ്വഭാവത്തിൻ്റെയും ഏതറ്റം വരെ വേണമെങ്കിലും പോകാൻ മടിയില്ലാത്ത ശൗരിയുടെ കൈകളിൽ എന്തും അവൻ ചെയ്യും. കീറിയ വസ്ത്രങ്ങൾ ഉരിഞ്ഞുകളയും. ദേഹം മുഴുവൻ മസാജ് ചെയ്യും. കഴുത്തിൽ താലി കെട്ടും. മടിയിലിരുത്തുക മാത്രമല്ല, കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയോ ചെയ്തിട്ടുണ്ടാകാം. സോണിയ റോസിൻ്റെ ശ്വാസം നിലച്ചുപോയി. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? അവൾ കണ്ണുകൾ ഇറുകെ അടച്ചു. ഒന്നും കാണണ്ട, ഒന്നും ഓർക്കുകയും വേണ്ട. അർത്തുങ്കൽ SI ജോൺസൺ അന്വേഷിച്ചു വന്നപ്പോഴേക്കും ശൗരിക്കുട്ടി വീട്ടിലെത്തിയിരുന്നു. ആ പെണ്ണെവിടെ? അറയ്ക്കൽ ചാർലിയുടെ മകൾ. അവളുടെ വീട്ടിലുണ്ട് സാറേ. കാരക്കാട്ട് ബംഗ്ലാവിൽ നിന്ന് നീ പിടിച്ചോണ്ട് പോയെന്ന് പരാതി കിട്ടിയല്ലോ. സാറ് അറയ്ക്കൽ ചാർലിയെ വിളിച്ചു നോക്ക് സാറേ. ജോൺസൺ ഉടൻ ചാർലി സേവ്യറെ വിളിച്ച് സംസാരിച്ചു. മകൾ വീട്ടിൽ തിരിച്ചെത്തിയെന്നും അക്കാര്യം മാരാരിക്കുളം CI വിളിച്ച് പറഞ്ഞിരുന്നുവെന്നും പരാതി പിൻവലിച്ചുവെന്നും ജോൺസണ് മറുപടി കിട്ടി. സാറേ, ഞാനിതൊക്കെ സൂക്ഷിച്ചാ കൈകാര്യം ചെയ്യുന്നേ. പയ്യെ തിന്നാൽ പനയും തിന്നാമെന്നല്ലേ. ശൗരി തീറ്റ തുടങ്ങിയിട്ടേ ഉള്ളൂ സാറേ. കുടിക്കാൻ വെള്ളം വല്ലതും വേണോ?
ഒന്നും വേണ്ട, പോകുക. ജോൺസൺ വന്ന പോലെ തന്നെ മടങ്ങി. ഏത് പെണ്ണിൻ്റെ കാര്യ ശൗരിക്കുട്ടി ആ SI പറഞ്ഞത്? എമിലി തിരക്കി. അറക്കിലെ പെണ്ണില്ലേ അമ്മ, സോണിയ റോസ്. റോസാപ്പൂ പോലത്തെ ആ പെങ്കൊച്ചിൻ്റെ കാര്യമാണോ? അതിന് നീ എങ്ങോട്ട് തട്ടിക്കൊണ്ടുപോയി? അമ്മ, ഞാൻ കാരക്കാട്ട് ചെന്നപ്പോൾ അവൾ അവിടെ വന്നു. ഞാൻ വഴക്ക് പറഞ്ഞ് വീട്ടിലോട്ട് തിരിച്ചോടിച്ചു. അവിടെ പുറകിന് ഞാനും കയറിയിരുന്നു. അത്രയുള്ള സംഭവം. അവളുടെ കാര്യത്തിലൊക്കെ നീ എന്തിനാ ശൗരിക്കുട്ടി? അവൾ നമ്മുടെ പെണ്ണല്ലേ അമ്മ, ഈ വീട്ടിൽ വന്ന് കയറേണ്ടവളല്ലേ? അതിലേയും ഇതിലേയും കറങ്ങി നടന്ന കൊള്ളാവോ? എമിലി ഒന്നും ഉരിയാടാതെ മകൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടു നിന്നു. അമ്മയുടെ നോട്ടത്തിൻ്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി. എടാ, അവൾ സമ്മതിക്കാണ്ട് നീ എങ്ങനെ അവളെ കെട്ടും? അവൾ സമ്മതിക്കുമമ്മ. സമ്മതിപ്പിക്കാണ്ട് കെട്ടാൻ പറ്റുമോ? എന്തൊക്കെയാണോ, എനിക്കൊന്നും അറിഞ്ഞൂടായേ. എമിലി പിൻവാങ്ങി. കൊച്ചിൻ ഫിനാൻസിലിരുന്ന് വായ്പ എടുക്കുന്നത് സംബന്ധിച്ച അവസാനവട്ട ചർച്ചകളിലായിരുന്നു കാരക്കാട്ട് സൈമൺ തരകനും റോയ് സൈമണും, പിന്നെ ബാങ്ക് മാനേജർ ബേബി കുരുവിളയും. കാരക്കാട്ടുകാർ വന്ന് എന്ത് ഈടുവെച്ചാലും ലോൺ കൊടുക്കരുതെന്ന് ശൗരിക്കുട്ടി ഇവിടെ പലവട്ടം വന്ന് പറഞ്ഞിട്ട് പോയി. ബേബി കുരുവിള വെളിപ്പെടുത്തി. എനിക്ക് ലോൺ തരരുതെന്ന് പറയാൻ അവനാരാ? സൈമൺ തരകൻ ചൊടിച്ചു. ബേബി കുരുവിള സ്വകാര്യം പറയാനെന്ന പോലെ മുന്നോട്ടാഞ്ഞിരുന്നു. നിങ്ങളുടെ തറവാട്ട് സ്വത്തിൽ അവനും കൂടി അവകാശമുണ്ടെന്നാ പറയണത്. നേരാണോ നുണയാണോ എന്ന് എനിക്കറിയില്ല. മിക്കവാറും അവൻ കേസ് കൊടുക്കും. മുതലാളിയുടെ സ്വത്തുക്കളുടെ ക്രയവിക്രയങ്ങൾ സ്റ്റേ ചെയ്യിക്കും. അവൻ്റെ തന്തയുടെ വകയാണോ അവ? സൈമൺ തരകൻ അത്രയും പറഞ്ഞപ്പോഴേക്കും റോയ് സൈമൺ അയാളുടെ കൈത്തണ്ടയിൽ തോണ്ടി. അതോടെ പിടിച്ചു കിട്ടിയ പോലെ സംഭാഷണം നിന്നു. ഐസ് പ്ലാന്റിനും മത്സ്യ സംസ്കരണ ഫാക്ടറിക്കുമായി അവൻ ലോൺ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാനിതുവരെ ലോൺ അനുവദിച്ചിട്ടില്ല. ഉടനെ ഒന്നും കൊടുക്കരുത്. എന്നേക്കാളും മുമ്പേ അവന് ഐസ് പ്ലാന്റും ഫാക്ടറിയും പണിയാൻ വേണ്ടിയാ. എൻ്റെ ഐസ് പ്ലാന്റും ഫാക്ടറിയും തീർന്നിട്ട് മതി. അവന് ഈടുവയ്ക്കാൻ വീടും പുരയിടവുമില്ല. അതുകൊണ്ടാ കൊടുക്കാത്തത്. പുതുപ്പണക്കാരനല്ലേ, അവനിപ്പോൾ താമസിക്കുന്ന വീട് പോരാ. അവൻ്റെ ലോണെല്ലാം തടഞ്ഞു വെച്ചേക്ക്. ഞാനുണ്ടല്ലോ പകരം. അത് പിന്നെ എനിക്കറിയരുതോ? ബേബി കുരുവിള പറഞ്ഞു. അന്ന് ഫിഷിംഗ് ബോട്ടിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. 3 ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് വിശാഖപട്ടണത്ത്. സമയം ഒക്കുമ്പോൾ പറഞ്ഞാൽ മതി. നമുക്ക് പോയി കാണാം. അതിന് വേറെ ലോൺ വേണ്ടേ? വേണം. സൈമൺ തരകൻ ആക്രാന്തത്തോടെ പറഞ്ഞു. അധ്യായം 18. 3 കോടി രൂപയാണ് കൊച്ചിൻ ഫിനാൻസിൽ നിന്ന് സൈമൺ തരകന് വായ്പയായി അനുവദിച്ചത്. പക്ഷേ തുക ഒന്നിച്ചു കൊടുക്കില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനനുസരിച്ച് പല ഗഡുക്കളായി മാത്രമേ ഫണ്ട് റിലീസ് ചെയ്യുകയുള്ളൂ. ചെല്ലിക്കടപ്പുറത്തോട് ചേർന്നുള്ള തെങ്ങും പുരയിടമാണ് ലോണിനായി സൈമൺ തരകൻ ഈടുവെച്ചത്. വേണമെങ്കിൽ അതിനു പകരം ബംഗ്ലാവ് പണയപ്പെടുത്താമെന്ന് സൈമൺ തരകൻ പറഞ്ഞുവെങ്കിലും ബേബി കുരുവിള എളിമയോടെ അത് നിരസിച്ചു. കാരക്കാട്ട് ബംഗ്ലാവ് കൊച്ചിൻ ഫിനാൻസിൽ ഈടുവെക്കാനോ? ഒരിക്കലും വേണ്ട. ഞങ്ങൾ ഫൈനാൻസുകാരാണ്, പണം കൊണ്ട് കളിക്കുന്നവരാണ്. സമ്മതിച്ചു. പക്ഷേ ഞങ്ങൾക്ക് ചില എത്തിക്സൊക്കെയുണ്ട്. കാരക്കാട്ട് ബംഗ്ലാവിന് ഒരു ചരിത്രമുണ്ട്. മ്യൂസിയം പോലെ കാത്തുസൂക്ഷിക്കേണ്ട ഒരു സ്മാരകമാണ് ആ ബംഗ്ലാവ്. അത് ശരിയാ. സൈമൺ തരകൻ ആത്മാഭിമാനം കൊണ്ട് ത്രസിച്ചു. ഈടുവെക്കാന്ന് വെച്ച സ്വർണ്ണ ഉരുപ്പടി പോലെ സംഗതി ഇളക്കിക്കൊണ്ടുവന്ന് നിങ്ങളുടെ പെട്ടിയിൽ വെക്കില്ലല്ലോ. ചില കടലാസുകൾ ഒപ്പിട്ട് തരണമെന്നുണ്ടെന്നല്ലേ ഉള്ളൂ. കാരക്കാട്ട് ബംഗ്ലാവ് അവിടെ തന്നെ നിൽക്കും. എന്നാലും വേണ്ട മുതലാളി, തെങ്ങും പറമ്പ് തന്നെ ധാരാളം. അധികം വൈകാതെ ഫാക്ടറിയുടെയും പ്ലാന്റിൻ്റെയും പണി തുടങ്ങണം. അതിൻ്റെ പണി പുരോഗമിക്കുന്നതനുസരിച്ച ബാക്കി ലോൺ തരുന്നത്. ആദ്യം 50 ലക്ഷമേ തരൂ. അതുമതി. എല്ലാം കൂടെ ഒന്നിച്ചു തന്നാൽ ഞാൻ അതിൻ്റെയെല്ലാം പലിശ അടയ്ക്കണ്ടേ? കുറേ ലക്ഷങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി പൂട്ടിവെച്ച് ബാങ്കിന് പലിശ തരേണ്ട കാര്യമെന്താ എനിക്ക്? അതാ നല്ലത്. ആവശ്യത്തിനനുസരിച്ച് ഫണ്ട് അലോട്ട് ചെയ്യാം. ഫിഷിംഗ് ബോട്ട് വാങ്ങുന്ന കാര്യം എന്തായി? വാങ്ങണം. എനിക്കിപ്പോൾ കടപ്പുറത്തുനിന്നുള്ള വരുമാനം കുറഞ്ഞു. ചെല്ലിക്കടപ്പുറം ശൗര്യയുടെ കയ്യിലായി. അവനെ ഒതുക്കാൻ മുതലാളി നോക്കിയ നിഷ്പ്രയാസം കഴിയത്തില്ലേ? അവനാര്? കാരക്കാട്ട് സൈമൺ മുതലാളി ആര്? ആനയും കൊതുകും പോലുള്ള വ്യത്യാസമില്ലേ? അവൻ ഇന്നലത്തെ മഴയ്ക്ക് കിളുത്ത തകരയാണ്. മുളയിലെ നുള്ളി കളയേണ്ടതായിരുന്നു. പക്ഷേങ്കി എൻ്റെ സമയം ശരിയല്ലാതെ പോയി. മുതലാളി നോക്കിയാൽ നടക്കാത്ത കാര്യമുണ്ടോ ഈ നാട്ടിൽ? അത് കൊള്ളാം. അവൻ്റെ പുറകിൽ ആളുണ്ട്. പോലീസ് അവനെ ഒതുക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. എൻ്റെ കൂടെ നിന്ന പോലീസാ. അവനെ ഒതുക്കാൻ പറ്റില്ലെന്ന് കണ്ടപ്പം അവൻ്റെ കൂടെ കൂടി. ഏയ്, അത് വെറുതെ. പോലീസ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. തൽക്കാലം അവൻ ചിലരെയൊക്കെ കൈക്കൂലി കൊടുത്തിട്ട് അടുപ്പിച്ച് നിർത്തിയിട്ടുണ്ടാകും. പോലീസിന് അങ്ങനെ ആരോടെങ്കിലും സ്ഥിരമായിട്ട് ഒരു നിലപാടുണ്ടോ? ആരാണ് ബലവാൻ, ആരാണ് പണക്കാരൻ എന്ന് നോക്കി അക്കൂടെ നിൽക്കും. ഇപ്പോൾ അവനാണ് ബലവാനും പണക്കാരനും. സൈമൺ നിസ്സഹായതയോടെ പറഞ്ഞു.
തന്നെത്താൻ ഇങ്ങനെ താഴ്ത്തിക്കെട്ടല്ലേ മുതലാളി. കാരക്കാട്ട് സൈമൺ മുതലാളിയുടെ അന്തസ്സും പ്രതാപവും പാരമ്പര്യവും ഒന്നും അവനില്ല. മുതലാളിയുടെ ഫാക്ടറിയും ഐസ് പ്ലാന്റും പണി തീർന്നോട്ടെ. നാട്ടുകാർ കാണാനിരിക്കുന്നതല്ലേ ഉള്ളൂ പൂരം. 2 3 ബോട്ട് കൂടി വാങ്ങിയ ശൗര്യയെ ഈ കടപ്പുറത്തുനിന്ന് പറപ്പിക്കാം. 3 ബോട്ട് വേണോ? സൈമൺ തരകൻ സംശയം പ്രകടിപ്പിച്ചു. ശൗര്യയ്ക്ക് 3 ബോട്ട്. ഒരെണ്ണം വടക്കോട്ട് പോകും, ഒരെണ്ണം തെക്കോട്ട്. അറബിക്കടലിൽ മാത്രമല്ല അവന് മീൻപിടുത്തം. ലക്ഷദ്വീപ് കടലിലും പോയി അവൻ മീൻ വാരുന്നുണ്ട്. അവനെക്കൊണ്ട് സാധിക്കുമെങ്കിൽ മുതലാളിക്ക് പറ്റത്തില്ലേ? ബേബി സാറ് ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? അവൻ ലോണിനു വേണ്ടി ഇവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, തിരിച്ചടവിന് എന്തൊക്കെയാണ് വരുമാനമെന്ന്. അപ്പോൾ അവൻ വരവും ചെലവുമൊക്കെ വിശദമായിട്ട് പറഞ്ഞു തന്നു. പിന്നെ ബോട്ടിൻ്റെ വരുമാനം എനിക്ക് പണ്ടേ അറിയാം. കൊച്ചിയിൽ ഞാൻ കുറേ ട്രോളറുകാർക്ക് ലോൺ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്കും ഫിഷിംഗ് ബോട്ട് വാങ്ങാൻ ലോൺ തരാമല്ലോ. അതൊക്കെ എൻ്റെ പരിഗണനയിലുണ്ട് മുതലാളി. എല്ലാം കൂടി ഒന്നിച്ച് തരാനുള്ള മടികൊണ്ടാ. ആദ്യം ഈ 3 കോടി തീരട്ടെ. ഫാക്ടറിയും പ്ലാന്റും പണി തീരാൻ 1 കൊല്ലമെങ്കിലും എടുക്കും. അപ്പോഴേക്കും ശൗരി നിലയുറപ്പിക്കും. എനിക്കവനെ വേരോടെ പിഴുതുകളയണം. അപ്പോൾ മുതലാളി ഒരു കാര്യം ചെയ്യണം. ഞാൻ ഈ തരണ ലോൺ കൊണ്ട് 2 ഫിഷിംഗ് ബോട്ട് വാങ്ങണം. ഫാക്ടറിയുടെയും പ്ലാന്റിൻ്റെയും പണി തുടങ്ങി വയ്ക്കണം. ഫിഷിംഗ് ബോട്ടുകളുടെ വരുമാനം കൊണ്ട് ലോൺ തിരിച്ചടയ്ക്കാം. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഈട് വേറെ തരണം. തെങ്ങും പറമ്പ് വേണ്ട. മുതലാളി ആദ്യം പറഞ്ഞ മാതിരി ബംഗ്ലാവും പുരയിടവും മതി. വാങ്ങുന്ന ബോട്ട് തന്നെ ഈട് വെച്ച പോരെ? അങ്ങനെയാണെങ്കിൽ ഞാൻ ശൗരിക്ക് ലോൺ കൊടുത്തേനെ. അവന് നല്ല വരുമാനമുണ്ടായിട്ടും കൊടുത്തില്ല. ഈട് തരുന്ന വസ്തു നമുക്ക് വണ്ടി ഓടിച്ചു കയറ്റാൻ പറ്റുന്നിടത്തായിരിക്കണം. അത് വളരെ നിർബന്ധമാ കൊച്ചിൻ ഫിനാൻസിന്. അത് ഞാൻ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറയാം. സൈമൺ തരകൻ ചിന്താധീനനായി. വൈകരുത്. ശൗരി നാളെ വരും ലോണിന്. ഉള്ള കാശ് സൈമൺ മുതലാളിക്ക് കൊടുത്തുപോയിന്ന് പറഞ്ഞാൽ എനിക്ക് ഒഴിഞ്ഞു മാറാം. ഞാൻ വൈകാതെ പറയാം. ട്രോളർ വാങ്ങണമെങ്കിൽ ആ വിവരം പറയണം. ഇപ്പോഴേ ബുക്ക് ചെയ്യണം. പോണ്ടിച്ചേരിയിലും വിശാഖപട്ടണത്തും മുംബൈയിലുമുള്ള ഏജന്റുമാരെ എനിക്കറിയാം. ഞാൻ ഡിസ്കൗണ്ട് വിലയ്ക്ക് നല്ല ഒന്നാന്തരം ഒരു ഏർപ്പാടാക്കി തരാം. ഫിഷിംഗ് ബോട്ടിന് 1.5 കോടിയൊക്കെ കൊടുക്കേണ്ടി വരും. എനിക്കറിയാം, സൈമൺ തരകൻ പറഞ്ഞു. അത്രയൊന്നും വേണ്ടെന്ന്. അതിൻ്റെ പകുതി വിലയ്ക്ക് ഞാൻ സംഘടിപ്പിച്ചു തരാം. നമ്മുടെ കയ്യിൽ നിന്ന് ലോൺ എടുത്ത് ബോട്ട് വാങ്ങിയവരുണ്ടെന്ന് ബേബി കുരുവിള ഉറപ്പ് കൊടുത്തു. സൈമൺ തരകൻ പാതി മനസ്സോടെ സമ്മതം മൂളി. ബോട്ട് വാങ്ങുന്നതിന് മുന്നോടിയായി അയാൾ സ്വന്തം നിലയിൽ ചില അന്വേഷണങ്ങൾ നടത്തി. ചെറിയഴീക്കലും നീണ്ടകരയിലും മുനമ്പത്തും മട്ടാഞ്ചേരി ഫിഷിംഗ് ഹാർബറിലുമെല്ലാം പോയി ബോട്ടിൻ്റെ വിലയെപ്പറ്റി തിരക്കി. ഫിഷിംഗ് ബോട്ടുകൾ പലതരമുണ്ടായിരുന്നു. വലിയ ട്രോളറുകൾ മുതൽ ചെറിയ ഫിഷിംഗ് ബോട്ടുകൾ വരെ. അന്വേഷണങ്ങൾക്ക് ശേഷം സൈമൺ തരകൻ കൊച്ചിൻ ഫിനാൻസിലെത്തി. ബേബി കുരുവിളയെ കണ്ടു. ബേബി സാറിന് പരിചയമുള്ള ഏജന്റുമാരെ കാണണം. അവരുടെ കസ്റ്റഡിയിലുള്ള ബോട്ടുകൾ ഏതൊക്കെ, എന്താണ് വില, എത്ര വലിപ്പം ബോട്ടിനുണ്ട്, എത്ര കപ്പാസിറ്റിയുണ്ട് എന്നെല്ലാം അറിയണം. അതിനെന്താ, മുതലാളി പറയുന്ന ദിവസം ഞാൻ അവരെ വരുത്താം. അവർ മുതലാളിയെ കൂട്ടിക്കൊണ്ട് വിൽക്കാനുള്ള ഉരുവെല്ലാം കാണിച്ചു തരും. കണ്ട് തൃപ്തിപ്പെട്ട് വാങ്ങിയേ മതി. ഒടുവിൽ അക്കാര്യം തീരുമാനമായി. മൈക്കേലിൻ്റെ വീട്ടുമുറ്റം വരെ ശൗരിക്കുട്ടി ബൈക്ക് ഓടിച്ചാണ് ചെന്നത്. ബൈക്കിൽ നിന്നിറങ്ങാതെ അവൻ ഹോണടിച്ചു. അതിനുശേഷം സ്വിച്ച് ഓഫാക്കി ഇറങ്ങി. ബൈക്ക് സ്റ്റാൻഡിൽ വെച്ചു. ഹെൽമറ്റ് തലയിൽ നിന്നെടുത്തു. വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. മേബിൾ വന്ന് എത്തിനോക്കി. ശൗരിക്കുട്ടിയെ കണ്ടതും അവളുടെ മിഴികൾ വിസ്മയം കൊണ്ട് വിടർന്നു. എന്താടി, നീ ആദ്യം കാണുന്ന പോലെ? അവൻ എന്തിയേ മൈക്കേൽ? പുറത്തോട്ട് പോയതാ, ഇപ്പോൾ വരും. നീ ഇപ്പോൾ ജോലിക്ക് പോണില്ലല്ലോ ചേർത്തലയ്ക്ക്? ചേട്ടായിനോട് പറഞ്ഞില്ലേ അവിടെ എന്നെ ജോലിക്ക് വിടണ്ടെന്ന്? നിനക്ക് പോണായിരുന്നോ? വേണ്ട, എനിക്കിഷ്ടമില്ല. പിന്നെ വേറെ ഒരു നിവൃത്തിയുമില്ലാഞ്ഞിട്ടാ ഞാൻ പോയിക്കൊണ്ടിരുന്നേ. അതെന്താ നിനക്ക് ഇഷ്ടമില്ലാത്തത്? അതിൻ്റെ മാനേജർ എൻ്റെ അടുത്ത് ഓരോന്നൊക്കെ പറയും. എന്തു പറയും? ഒന്നിച്ചൊരു ദിവസം ഹൗസ് ബോട്ടിൽ പോകാം, അല്ലെങ്കിൽ എറണാകുളത്ത് പോയി ലഞ്ച് കഴിക്കാം, വല്ലാർപാടത്ത് പോകാം എന്നൊക്കെ. അപ്പോൾ നീ എന്തു പറയും? എന്നെ വിളിക്കണ്ട, വേറെ വല്ലവരെയും വിളിച്ചോണ്ട് പോകാൻ. അപ്പോൾ ആളെന്തു പറയും? ഒരു പൊള്ളച്ചിരി ചിരിക്കും. ശമ്പളവും കുറവല്ലേ, നീ മമ്മീനെ നോക്കിക്കൊണ്ട് നിന്നാ മതി കേട്ടോ. നിനക്ക് ശമ്പളം ഞാൻ തന്നോളാം. ഇങ്ങോട്ട് കയറിയിരിക്കുക. മൈക്കലില്ലാണ്ട് അവൻ വരട്ടെ. ഞാൻ വന്നത് എന്തിനാണെന്നറിയാവോ? കല്യാണത്തിന് ക്ഷണിക്കാനാ. ആരുടെയാ? ശൗരിച്ചേട്ടായിയുടെയാ? എൻ്റെയോ? എൻ്റെ കല്യാണം ഒരൊറ്റ കുഞ്ഞിനെ അറിയിക്കത്തില്ല. അതെന്താ? മേബിളിന് ആകാംക്ഷയായി. ഒരു ദിവസം അവളെ വിളിച്ച് കയ്യെ പിടിച്ചോണ്ട് വീട്ടിൽ കയറും. അതോടെ കല്യാണം കഴിഞ്ഞു. ആരെയാ കല്യാണം കഴിക്കണത്? കണ്ടുവച്ചിട്ടുണ്ടോ? എപ്പോഴേ? ലവാ? ഇങ്ങോട്ടില്ല, അങ്ങോട്ട് മാത്രമേ ഉള്ളൂ.
അയ്യോ, അതെന്തു പറ്റി? എല്ലാം ശരിയാക്കണം. എന്തായാലും നിന്നെ കൂടെ കല്യാണം കഴിപ്പിച്ചിട്ടേ ഞാൻ കഴിക്കത്തുള്ളൂ. ഓ, എന്നെയൊക്കെ ആർക്ക് വേണം? പൈസയുമില്ല, സ്വർണവുമില്ല. പക്ഷേ നിനക്ക് മൈക്കേലുണ്ട്, ഞാനുമുണ്ട്. ഒരെണ്ണം പൈസയാണെങ്കിൽ അടുത്തത് സ്വർണം, കേട്ടോ? ആരെങ്കിലും ഒരു സ്വാന്തന വാക്ക് പറഞ്ഞിരുന്നെങ്കിലെന്ന് എത്ര കാലമായിട്ട് കൊതിക്കുന്നു. മേബിളിൻ്റെ കണ്ണിൽ സന്തോഷത്തിൻ്റെ നീരുറവ കിനിഞ്ഞു. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? കാണട്ടെ. ശൗരിക്കുട്ടി ലൈസാമ്മ കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു. കഴിഞ്ഞ തവണ വന്ന പോലെയല്ല. മുറിയിൽ വെളിച്ചമുണ്ട്. ലൈസാമ്മ വൃത്തിയുള്ള കിടക്കയിൽ വൃത്തിയുള്ള ബെഡ്ഷീറ്റ് പുതച്ചു കിടക്കുന്നു. മുറിക്കുള്ളിലെ വായുവിന് മലമൂത്രാദികളുടെ നാറ്റമില്ല. മുറിയും തൂത്തു തുടച്ച് വെടുപ്പാക്കി വച്ചിരിക്കുന്നു. ശൗരിക്കുട്ടിയെ കണ്ട് ലൈസാമ്മയുടെ മുഖത്തൊരു വെളിച്ചമുണ്ടായി. അത് സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും വെളിച്ചമായിരുന്നു. എന്നെ മനസ്സിലായോ? ലൈസാമ്മ തലയാട്ടി. എന്നിട്ട് ഇരിക്കാൻ ഇടതു കൈകൊണ്ട് ആംഗ്യം കാട്ടി. മേബിൾ ശൗരിക്കുട്ടിക്ക് ഇരിക്കാൻ കസേര കൊടുത്തു. ഇപ്പം എങ്ങനെയുണ്ട്? കുറച്ച് സുഖമായോ? ലൈസാമ്മ ഉവ്വെന്ന് തലയനക്കി. പക്ഷേ പോരാ, നമുക്ക് ഒറ്റയ്ക്ക് എണീറ്റിരിക്കാൻ പറ്റണം. ആശുപത്രിയിലോട്ട് മാറിയാലോ? ചേട്ടായി പറഞ്ഞതാ. അപ്പം അമ്മയ്ക്ക് പേടി, ഒരുപാട് പൈസ ചെലവാകുമെന്ന് മേബിൾ വെളിപ്പെടുത്തി. പൈസ നോക്കണ്ട, നമുക്ക് ഏതെങ്കിലും ആയുർവേദ ആശുപത്രിയിൽ പോകാം. കൂടെ നിൽക്കാൻ ഇവളുണ്ടല്ലോ. ഇവളെ കെട്ടിച്ചു വിട്ടാൽ പിന്നെ ആരുണ്ട്? അതിനു മുൻപ് തന്നെത്താൻ എണീറ്റ് നിൽക്കണ്ടേ? ലൈസാമ്മയുടെ കണ്ണിൽ നനവ് കിനിഞ്ഞു. ഏതു ദൈവമാണ് ഈ മനുഷ്യനെ ഇങ്ങോട്ടയച്ചതെന്ന് അവർക്കറിഞ്ഞുകൂടാ. ഇത്ര പുണ്യം കിട്ടാൻ താനോ തൻ്റെ മകനോ എന്തു ചെയ്തു? വീട്ടിൽ വന്നപ്പോൾ ഒരു നേരം ചോറ് വിളമ്പിക്കൊടുത്ത ഓർമ്മ പോലും മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിരിക്കുന്നു. ആൻ്റപ്പൻ്റെ മകൻ പീറ്ററിനെ ലൈസാമ്മയ്ക്ക് കുറച്ചുകൂടി ഓർമ്മയുണ്ട്. അവൻ ഇടയ്ക്കിടയ്ക്ക് മൈക്കലിനെ തിരക്കി വീട്ടിൽ വരുമായിരുന്നു. മൈക്കേലും പീറ്ററും 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഒരു സംഭവമുണ്ടായി. ഒരു ദിവസം പീറ്റർ മൈക്കേലിൻ്റെ വീട്ടിൽ വന്നപ്പോൾ മേബിളിനെ ഏതോ ഇരുട്ടുകോണിൽ വെച്ച് കെട്ടിപ്പിടിക്കുകയും ഒരു ഉമ്മ കൊടുക്കുകയും ചെയ്തു. മേബിൾ അന്ന് 6ാം ക്ലാസ്സിലാണ്. പരിഭ്രമിച്ചു പോയ അവൾ കരഞ്ഞുകൊണ്ട് അക്കാര്യം ലൈസാമ്മയോട് പറയുകയും ലൈസാമ്മ മൈക്കേലിനോട് ഇനി പീറ്ററെ വീട്ടിൽ കയറ്റരുതെന്ന് വിലക്കുകയും ചെയ്തു. ആ കൂട്ടുകെട്ട് അങ്ങനെയാണ് അവസാനിച്ചത്. അതിൽ പിന്നെ പീറ്റർ മൈക്കേലിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുമില്ല. മൈക്കേൽ പീറ്ററോട് മിണ്ടിയിട്ടുമില്ല. മമ്മി എന്നതാ ഓർക്കുന്നേ? ശൗരിക്കുട്ടി ചോദിച്ചു. ഒന്നുമില്ലെന്ന് ലൈസാമ്മ കൈകൊണ്ട് ആംഗ്യം കാട്ടി. മുറ്റത്ത് സൈക്കിളിൻ്റെ ബെൽ ശബ്ദം കേട്ടു. ചേട്ടായി വന്നു. മേബിൾ വാതിൽക്കലേക്ക് ഓടി. മൈക്കേൽ സൈക്കിൾ സ്റ്റാൻഡിൽ വയ്ക്കാൻ ശ്രമിച്ചിട്ട് പൂഴിമണലിൽ സ്റ്റാൻഡ് പൂഴ്ന്നു പോകുകയാണ്. അതിൻ്റെ സ്പ്രിങ് പോയതിനാൽ ബാലൻസ് കിട്ടുന്നില്ല. മൈക്കേൽ സൈക്കിൾ അരഭിത്തിയിലേക്ക് ചാരിവെച്ചു. മുറ്റത്തിരിക്കുന്ന ബൈക്ക് ആകെയൊന്നു നോക്കി. അപ്പോഴേക്കും മേബിൾ തുള്ളിച്ചാടി വന്നു. ആരുടെ അടി ഈ ബൈക്ക്? ശൗരിച്ചേട്ടായി വന്നിട്ടുണ്ട്. ആ കുടുംബത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബന്ധു എത്തിച്ചേർന്നതിൻ്റെ ആഹ്ലാദം പങ്കുവെക്കുന്നത് പോലെയായിരുന്നു അവളുടെ പറച്ചിൽ. എപ്പോ വന്നടി? ഒരു 10 മിനിറ്റ്. ദാ അമ്മയുടെ മരുന്നൊക്കെ കിട്ടിയിട്ടുണ്ട്, കൊണ്ടുപോയി വയ്ക്ക്. കയ്യിലിരുന്ന പാക്കറ്റ് അവൻ മേബിളിനെ ഏൽപ്പിച്ചു. മൈക്കേൽ ചെന്നപ്പോൾ ശൗരിക്കുട്ടി ലൈസാമ്മയുടെ കൈപ്പത്തി തലോടിക്കൊണ്ട് കട്ടിലിനരികെ ഇരിപ്പുണ്ട്. ശൗരിക്കുട്ടി എപ്പോൾ വന്ന്? ഞാൻ പുറത്തോട്ട് പോയതാ അമ്മയുടെ മരുന്ന് വാങ്ങിക്കാൻ. എടി പെണ്ണേ, നീ ശൗരിക്കുട്ടിക്ക് ചായ കൊടുത്തോ? ഇല്ല, ഇപ്പം കൊടുക്കാം. അവിടെ നില്ല്, ഞാൻ ആദ്യം കാര്യം പറഞ്ഞോട്ട്. ശൗരിക്കുട്ടി മേബിളിനെ തടഞ്ഞു. അടുത്തതിൻ്റെ പിന്നത്തെ ഞായറാഴ്ച എൻ്റെ ചേച്ചിയുടെ കല്യാണമ്മ. നിങ്ങൾ ആങ്ങളെയും പെങ്ങളും കൂടി വരണം. മമ്മിക്ക് വരാൻ പറ്റത്തില്ലെന്നറിയാം. മമ്മി ആ സമയത്ത് ആശുപത്രിയിലായിരിക്കും. ആശുപത്രിയിലോ? മൈക്കേൽ കണ്ണുമിഴിച്ചു. അതെ, അത് ഞാൻ മമ്മിയോട് പറഞ്ഞിട്ടുണ്ട്. നാളെ ഒരു ആംബുലൻസ് വരും ഇവിടെ. നീ അന്നേരം മമ്മിയെ അതിൽ കയറ്റിക്കൊണ്ടു പോകണം. ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വരുമ്പം മമ്മി വീട്ടിലോട്ട് നടന്നു കയറണം. മൈക്കേൽ ഏതോ കടങ്കഥ കേൾക്കുന്ന മട്ടിൽ ശൗരിക്കുട്ടിയെ തന്നെ നോക്കിയിരുന്നു. മേബിൾ ചായയിടാൻ പോയി. മൈക്കേൽ ശൗരിക്കുട്ടിയെ വിളിച്ച് ഇരിപ്പുമുറിയിൽ വന്നിരുന്ന് സംസാരിച്ചു. എടാ, നിനക്കിപ്പോൾ പീറ്ററുമായിട്ട് പഴയ അടുപ്പമൊന്നുമില്ലേ? നിന്റെ പഴയ കൂട്ടുകാരനല്ലായിരുന്നോ? എന്നെ തഴഞ്ഞിട്ട് അവൻ്റെ കൂടെ പോയതാണല്ലോ നീ അതൊക്കെ ഇപ്പോഴും മനസ്സിൽ വെച്ചോണ്ടിരിക്കല്ലേ ശൗരിക്കുട്ടി? നമ്മളൊക്കെ അന്ന് കുട്ടികളല്ലേ, തിരിച്ചറിവില്ലാത്ത പ്രായം. നാണം കെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എടാ മൈക്കലേ, അത് എനിക്ക് മറക്കാൻ പറ്റത്തില്ലടാ. എൻ്റെ എല്ലാ കാലത്തെയും ഏറ്റവും വലിയ സങ്കടം അത്. അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാ. നിന്നോടെനിക്ക് ഒരു പിണക്കവുമില്ല. അത് നീ പറയാതെ തന്നെ എനിക്കറിയാം. പീറ്ററിനെ നീ ഇപ്പം കാണാറില്ലേ? കാണാറുണ്ട്, മിണ്ടത്തില്ല. അതെന്തു പറ്റി? അവനൊരിക്കൽ മേബിളിനടുത്ത് ഒരു തെമ്മാടിത്തരം കാണിച്ചു. അതിനുശേഷമാ. അവനെന്തു ചെയ്തു? കെട്ടിപ്പിടിച്ചെന്നോ ഉമ്മ വെച്ചെന്നോ ഒക്കെയാ അവൾ മമ്മിയുടെ അടുത്ത് പറഞ്ഞത്.
അവളൊന്നും കൊച്ചല്ലേ, 5ലോ 6ലോ പഠിക്കുമ്പോഴാ. അവളോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് ചെയ്തതായിരിക്കും. എടാ, എൻ്റെ പെങ്ങളാണെന്ന് ഓർക്കണ്ടേ അവൻ? അത് ശരിയാ. മേബിൾ ചായയുമായി വന്നു. ശൗരിക്കും മൈക്കേലിനും ചായ കൊടുത്തു. ശൗരിക്കുട്ടി ഒരു കവിൾ കുടിച്ചു. മേബിൾ അവൻ്റെ മുഖത്തേക്ക് ആകാംക്ഷയോടെ നോക്കി. ശൗരി അവളെ നോക്കി ചിരിച്ചു. എടി കൊള്ളാടി, നല്ല ചായയാ. പരീക്ഷ എഴുതി റിസൾട്ട് അറിയാൻ നിൽക്കുന്ന പോലെ നിൽക്കുവാ അവള്. ശൗരി മൈക്കേലിനോട് പറഞ്ഞു. മേബിളിന് നാണം വന്നു. ഇനി ചായ തരുമ്പം കടുപ്പം ലേശം കൂടെ കൂട്ടിക്കോ. ശൗരി പറയുന്നത് കേട്ട് മൈക്കേൽ ചിരിച്ചു. എന്നിട്ട് ശൗരിക്കുട്ടിയോട് ചോദിച്ചു, നിനക്ക് കല്യാണം വല്ലതുമായോ? ആയോന്ന് ചോദിച്ചാ ആയി, ഇല്ലേന്ന് ചോദിച്ചാ ഇല്ല. അതെന്താ അങ്ങനെ? അങ്ങനെയായിപ്പോയി. അറക്കിലെ ചാർലിയുടെ മോളെ നീ കല്യാണം കഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നൊക്കെ ആരോ പറയണത് കേട്ടു. അതൊക്കെ ശരിയാ. ചാർലി സമ്മതിക്കുവോ? ഇല്ല. ചാർലിയുടെ മകളോ? അവളും സമ്മതിക്കത്തില്ല. പിന്നെങ്ങനാ? ബലമായിട്ട് കഴിക്കണം. അതെങ്ങനെയാ? ആ പെണ്ണിന് കാരക്കാട്ട് സൈമൺ തരകൻ്റെ മകനുമായി കല്യാണം പറഞ്ഞു വെച്ചിരിക്കുവല്ലേ. ഓ, ഇതൊക്കെ നാട്ടിൽ പാട്ടാണല്ലേ. നീ ഉണ്ടാക്കി വെച്ച ബഹളത്തിന്നാ ഇതെല്ലാം പുറത്തു വന്നത്. പോലീസ് സ്റ്റേഷനിലും സൈമൺ തരകൻ്റെ വീട്ടിലും അറയ്ക്കൽ ചാർലിയുടെ വീട്ടുമുറ്റത്തുമൊക്കെ നീ ചെന്ന് വെല്ലുവിളിച്ചോ? അങ്ങനൊക്കെ സംഭവിച്ചു പോയി. എന്നാലും ആ പെണ്ണിനെ ബലമായിട്ട് കെട്ടുക എന്ന് വെച്ചാൽ അത് നടക്കുവോ? നടക്കും. 3 തവണയിട്ട് ഞാനത് നടത്തും. 3 തവണയോ? മേബിൾ അന്തം വിട്ടു. ആദ്യത്തെ അറിയാതെ അത് നടന്നു കഴിഞ്ഞു. തുമ്പോളി കടപ്പുറത്ത് വെച്ച് ഒരു രാത്രി അവളെ എൻ്റെ കയ്യിൽ കിട്ടി. അന്ന് ഞാനവളെ കെട്ടി. അവളതറിഞ്ഞില്ല. അത് കല്യാണ നമ്പർ 1. ഇനി അവൾ മാത്രം അറിഞ്ഞുകൊണ്ട് 1 കെട്ടും. അത് കല്യാണ നമ്പർ 2. എല്ലാം കഴിഞ്ഞ് നാട്ടുകാരും വീട്ടുകാരും പള്ളിക്കാരുമെല്ലാം അറിഞ്ഞുകൊണ്ട് ഒരു കെട്ടുകൂടി നടക്കും. അത് കല്യാണം നമ്പർ 3. നീ എന്നതാ ശൗരിക്കുട്ടി ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. എടാ മൈക്കലെ, പണ്ട് ഞാനൊരു കൊച്ചിനെ കടലിൽ നിന്ന് രക്ഷിച്ചില്ലേ, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത്? ഉവ്വ്. അന്ന് സ്കൂളിൽ അസംബ്ലി വിളിച്ചു കൂട്ടിയിട്ട് ഹെഡ് മാസ്റ്റർ നിന്നെപ്പറ്റി അഭിനന്ദനം പറഞ്ഞല്ലോ. ആ പെങ്കൊച്ച, ഈ പെങ്കൊച്ച് സോണിയ റോസ്. ആരോടും ചോദിക്കാതെ ഞാൻ അവളെ ഇങ്ങെടുത്തു. മൈക്കേൽ അതിശയത്തിൽ ശൗരിക്കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. നീ ഇപ്പം പുലിയാ അല്ലേ ശൗരിക്കുട്ടി? ശൗരിക്കുട്ടി അത് കേട്ട് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, 1 മിനിറ്റ്. ശൗരി മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി. 2 ടെക്സ്റ്റൈൽ ക്യാരി ബാഗുകൾ ബൈക്കിൻ്റെ ഹാൻഡിലിൽ തൂക്കിയിട്ടിരുന്നത് എടുത്തുകൊണ്ട് വന്നു. അതിലൊരെണ്ണം മേബിളിനെ ഏൽപ്പിച്ചു. അടുത്തത് മൈക്കലിനെയും. കല്യാണത്തിന് ഇടാനുള്ള ഡ്രസ്സാ. കൊള്ളാവുന്ന ഡ്രസ്സൊന്നുമില്ലെന്ന് പറഞ്ഞ് കല്യാണത്തിന് വരാതെ ഒഴിഞ്ഞു മാറില്ല. പിന്നെ ഇതുകൂടെ പിടിച്ചോ. ഒരു കീ ചെയിൻ എടുത്ത് ശൗരിക്കുട്ടി മൈക്കലിൻ്റെ നേർക്ക് നീട്ടി. ഇതെന്താണ്? മൈക്കൽ ആശ്ചര്യപ്പെട്ടു. ആ ബൈക്കിൻ്റെ കീയാണ്. പുതിയ ബൈക്കാണ്. നിന്റെ പേരിലാണ് വാങ്ങിയത്. നീ ആ പഴഞ്ചൻ സൈക്കിളൊക്കെ മാറ്റിയിട്ട് ബൈക്കിൽ നടക്കണം. മൈക്കൽ കീ ചെയിൻ വാങ്ങാൻ മടിച്ചു നിന്നു. മേബിളും അത് വിശ്വസിക്കാനാവാതെ അമ്പരപ്പിൽ നിൽക്കുകയാണ്. വാങ്ങിച്ചോടെ മൈക്കലെ, ആ ബൈക്ക് നിനക്കുള്ളതാ. നാണക്കേടൊന്നും വിചാരിക്കണ്ട. ഈ ശൗരിക്കുട്ടി ജീവിതത്തിൽ ആദ്യമായിട്ട് ഓടിച്ച വണ്ടി നിന്റെ മുച്ചക്രൻ സൈക്കിളാ. അന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല. വിമാനം ഓടിച്ച പവറിലായിരുന്നു അന്ന് മുഴുവൻ ഞാൻ. ശൗരി മൈക്കേലിൻ്റെ കൈപിടിച്ച് ആ കീ ചെയിൻ വെച്ചു കൊടുത്തു. ഇന്ന് നീ ശൗരിക്കുട്ടി തന്ന വണ്ടി ഓടിച്ച് നടക്ക്. അങ്ങനല്ലേടാ കൂട്ടുകാരന്മാർ? മൈക്കേലിന് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. മനസ്സിൽ നന്ദിയും സ്നേഹവും വേദനയും സങ്കടവും എല്ലാം ഇളകി മറിയുന്നുണ്ട്. അവൻ നിസ്സഹായനായി മേബിളിനെ നോക്കി. അവളുടെ മെഴികൾ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അപ്പം നാളെ ആംബുലൻസ് വരും. മമ്മീനെ ഒരുക്കി കിടത്തിയേക്കണം കേട്ടോ. ശൗരി 2 പേരോടുമായി പറഞ്ഞു. പോട്ടേടി മോളെ. മേബിളിനോട് പ്രത്യേകമായി പറഞ്ഞ് ശൗരിക്കുട്ടി വീട് വിട്ടിറങ്ങി നടന്നുപോയി. മേബിൾ നിറമിഴികളോടെ നോക്കി നിന്നു. അവളുടെ കയ്യിലിരുന്ന ഡ്രസ് പാക്കറ്റിലേക്ക് ഒരു തുള്ളി കണ്ണീർ അടർന്നു വീണു. അവൾ ആ ക്യാരി ബാഗ് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആൻ്റപ്പനും മകൻ പീറ്ററും കൂടി ഉച്ചയൂണ് കഴിഞ്ഞ് പുറപ്പെടാൻ ഇറങ്ങി നിൽക്കുമ്പോഴാണ് ഒരു റെനോ ഡസ്റ്റർ കാർ വീട്ടുമുറ്റത്തേക്ക് വന്നു നിന്നത്. കാറിനുള്ളിൽ നിന്ന് ശൗരിക്കുട്ടിയും ഡെന്നിച്ചനും ഇറങ്ങി. കാർ വന്ന ശബ്ദം കേട്ട് ആൻ്റപ്പൻ്റെ ഭാര്യയും ജോമോനും കൂടി സിറ്റൗട്ടിൻ്റെ വാതിൽക്കലേക്ക് വന്നു. ശൗരിക്കുട്ടി മുണ്ടിൻ്റെ തുമ്പെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് സിറ്റൗട്ടിന് നേർക്ക് ചെന്നു. എല്ലാവരുമുണ്ടല്ലോ, നന്നായി. പീറ്ററേ, നിന്റെ വാരിയല്ലുകളൊക്കെ കത്തിക്കൂടിയോടാ? ആരും മിണ്ടുന്നില്ല, മുറുകി നിൽക്കുകയാണ്. ആരും പേടിക്കണ്ട, ഞാൻ വഴക്കിനൊന്നും വന്നതല്ല. എൻ്റെ പെങ്ങടെ കല്യാണമാ. അടുത്തതിൻ്റെ പിന്നത്തെ ഞായറാഴ്ച. കല്യാണക്കുറി കൊണ്ടുവന്നിട്ടുണ്ട്. ശൗരിക്കുട്ടി കല്യാണക്കുറിയെടുത്ത് നീട്ടിക്കാണിച്ചു. അത് വാങ്ങാൻ ആരും മുന്നോട്ട് വന്നില്ല. ശൗരിക്കുട്ടി അത് സിറ്റൗട്ടിൽ കൊണ്ടുവച്ചു. നിങ്ങളെ വിളിക്കേണ്ടത് എൻ്റെ കടമയാ.
നിങ്ങളുടെ മോളെ കല്യാണം കഴിച്ചിരിക്കുന്നത് എൻ്റെ ചേട്ടനാണല്ലോ. അതുകൊണ്ടാ ഞാൻ ഡെന്നിച്ചായനെയും കൂട്ടി വന്നത്. എല്ലാവരും കല്യാണത്തിന് വരണം. വന്ന നമ്മൾ തമ്മിലുള്ള വഴക്ക് തീർന്നു പോകും. പീറ്റർ കലിപൂണ്ട് മുന്നോട്ട് വന്ന സിറ്റൗട്ടിൻ്റെ വിളിമ്പിലിരുന്ന ക്ഷണക്കത്ത് തൊഴിച്ചു തെറിപ്പിച്ചു. നിന്റെ തന്തയ്ക്ക് കൊണ്ടു കൊടുക്കടാ നായിൻ്റെ മോനെ. അവൻ അലറി. അത് ഞാൻ വേറെ കൊടുക്കണുണ്ട്, ശൗരിക്കുട്ടി അക്ഷോഭ്യനായി പറഞ്ഞു. ഇറങ്ങിപ്പോടാ പട്ടി, ഞങ്ങളുടെ മുറ്റത്തുനിന്ന് ക്ഷണിക്കാൻ വന്നിരിക്കുന്നു. തെണ്ടി ചെറ്റ, നീ ആരാന്നാ നിന്റെ വിചാരം? ശൗരിക്കുട്ടി ഒരുക്കത്തിൽ പീറ്ററിൻ്റെ അടുത്തേക്ക് ചെന്നു. പീറ്റർ ഒന്ന് പതറി. തീരുന്നെങ്കിൽ തീർന്നു പോട്ടേന്ന് വെച്ചാ വന്നത്. ഇപ്പം മനസ്സിലായി, ഇതങ്ങനൊന്നും തീരത്തില്ല. എടാ പീറ്ററെ, എനിക്ക് 2 വാരിയല് വേണം ഒടിക്കാൻ. അത് നിന്റെ തന്നെ ആയിക്കോട്ടെ. എൻ്റെ പെങ്ങടെ കല്യാണത്തിന് മുൻപ് നിന്റെ വാരിയല് 2 പൊട്ടിയിരിക്കും. കല്യാണം കഴിഞ്ഞ് നിന്റെ അപ്പൻ്റെ. സ്വരം തീരെ താഴ്ത്തിയാണ് ശൗരിക്കുട്ടി സംസാരിച്ചത്. പിന്നെ നിന്റെ തന്തയുടെ കടയുണ്ടല്ലോ, കശാപ്പ് കട. ഇറച്ചി കച്ചവടം ഇന്നത്തോടെ നിർത്തിക്കോ. നാളെ ഞാനത് പൂട്ടിക്കും. ശൗരി തിരിച്ചു വന്ന് കാറിൽ കയറി. കാർ മുറ്റത്തിട്ട് തിരിച്ചു. അത് ഇരമ്പിക്കുതിച്ച് വന്ന പോലെ മടങ്ങി. അധ്യായം 19. അർത്തുങ്കൽ ജംഗ്ഷനിൽ നിന്ന് ബീച്ചിലേക്ക് പോകുന്ന റോഡിൻ്റെ ഇടതുവശത്ത് പുതിയൊരു ഇറച്ചിക്കട, ജീസസ് മീറ്റ് സ്റ്റാൾ. ഉദ്ഘാടനവും വിളംബരവും ഒന്നുമില്ല. ഒരു രാത്രി ഇരുണ്ടു വെളുത്തപ്പോൾ ജീസസ് മീറ്റ് സ്റ്റാൾ അവിടെയുണ്ട്. ഇരുമ്പു കൊളുത്തുകളിൽ നിന്ന് തൂക്കിയിട്ടിരിക്കുന്ന പോത്തും കാലുകളും, താഴെ നിലത്ത് ഭിത്തിയോട് ചേർത്ത് ചാരി വച്ചിരിക്കുന്ന പോത്തിൻ തലകളുമുണ്ട്. ചിക്കനും പോർക്കും മട്ടനും വേറെയുമുണ്ട്. അത് ജീസസ് മിനി സ്റ്റാളിലാണ്. ഒരു പരസ്യവും ഇല്ലാതിരുന്നിട്ടും അർത്തുങ്കലെ ജനങ്ങൾ പെട്ടെന്ന് സംഗതി അറിഞ്ഞു. ആകെ ഉണ്ടായിരുന്ന പരസ്യം ഇറച്ചിക്കടയ്ക്ക് മുന്നിൽ വലിയ ചുവന്ന അക്ഷരത്തിൽ എഴുതി വച്ചിരുന്ന വില വിവരപ്പട്ടികയായിരുന്നു. എല്ലാ ഇന ഇറച്ചികൾക്കും കൊല്ലംപറമ്പിൽ ആൻ്റപ്പൻ്റെ സ്റ്റാളിനേക്കാൾ 1 കിലോ തൂക്കത്തിന് 100 രൂപ കുറച്ചാണ് വിൽക്കുന്നത്. ആൻ്റപ്പൻ്റെ കടയിൽ പോത്തിറച്ചി കിലോ 300 രൂപയാണെങ്കിൽ ജീസസ് മീറ്റ് സ്റ്റാളിൽ വിൽക്കുന്നത് കിലോ 200-നാണ്. നല്ല ഒന്നാന്തരം കട, വൃത്തിയും വെടുപ്പും. ആളുകൾക്ക് നിരന്നു നിന്ന് വാങ്ങിക്കാനുള്ള സൗകര്യവും മാത്രമല്ല, ആവശ്യപ്പെടുന്നവർക്ക് ഇറച്ചി നുറുക്കിയും കൊടുക്കും. ആൻ്റപ്പൻ്റെ മീറ്റ് സ്റ്റാളിൽ തിരക്കാണെങ്കിൽ വീട്ടിൽ കൊണ്ടുവച്ച് നുറുക്കിയാൽ മതി. ഇവിടുത്തെ തിരക്ക് കാണാൻ വയ്യേ എന്ന് ചോദിക്കും. ജീസസ് മീറ്റ് സ്റ്റാളിൽ എത്ര തിരക്കാണെങ്കിലും കസ്റ്റമർക്ക് ഇറച്ചി നുറുക്കി കൊടുക്കും. ഇറച്ചി തൂക്കുമ്പോൾ 100-150 ഗ്രാം മുൻതൂക്കവും ഇട്ടുകൊടുക്കും. ജീസസ് മീറ്റ് സ്റ്റാളിൻ്റെ സവിശേഷതകൾ കേട്ടറിഞ്ഞതോടെ ആൻ്റപ്പൻ്റെ ഇറച്ചിക്കടയ്ക്ക് മുന്നിൽ വാങ്ങാൻ നിന്നവർ കൂടി പതിയെ തല ചൊറിഞ്ഞ് പിൻവലിഞ്ഞു. ജീസസ് മീറ്റ് സ്റ്റാളിൽ ഇറച്ചിയുടെ കൊഴുപ്പെല്ലാം മാറ്റി നന്നാക്കി നല്ല ഇറച്ചി തന്നെ കൊടുക്കും. ആൻ്റപ്പൻ പക്ഷേ തിക്കിനും തിരക്കിനും ഇടയിൽ കൂടി ചെലവാകാത്ത പീസുകൾ കൂടി ഒതുക്കത്തിൽ തള്ളിവെച്ചു കൊടുക്കും. പുറമേ കൊഴുപ്പൊന്നും കാണാത്ത വിധം ഇറച്ചി പിളർന്ന് കൊഴുപ്പുള്ള ഭാഗങ്ങൾ മറച്ച് തൂക്കിക്കൊടുക്കും. ജീസസ് മീറ്റ് സ്റ്റാളിൽ എല്ലാം സുതാര്യമാണ്. ഞായറാഴ്ച രാവിലെ 8-10 പോത്തിനെയും 100-150 കോഴികളെയും 4-5 പന്നികളെയും 15ഓളം ആടുകളെയും കശാപ്പ് ചെയ്ത് ഇറച്ചിയാക്കി കൊളുത്തുകളിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. അറിയാതെ ചിലരൊക്കെ വാങ്ങിച്ചുകൊണ്ടുപോയി. 7 മണിക്ക് ശേഷം ഒറ്റയാളും കടയിലേക്ക് വരാതായി. കയ്യിലൊരു പ്ലക്കാർഡും പിടിച്ച് ജംഗ്ഷനിൽ ഒരുത്തൻ നിൽപ്പുണ്ടായിരുന്നു. ജീസസ് മീറ്റ് സ്റ്റാൾ, കിലോ 100 രൂപ കുറവ്. ഇത്രയേ അതിൽ എഴുതിയിട്ടുള്ളൂ. പുഴയ്ക്ക് കുറുകെ തടയണ കെട്ടി കനാലിലൂടെ വെള്ളം തിരിച്ചുവിട്ട പോലെയായി. പോക്കൃത്തരമല്ലേ കാണിക്കുന്നേ? അങ്ങോട്ട് ചെന്ന് ചോദിച്ചാലോ? ആൻ്റപ്പൻ്റെ ആൺമക്കൾ രോഷാകുലരായി. കിലോയ്ക്ക് 100 രൂപ കുറച്ച് വിൽക്കാൻ അവൻ്റെയൊക്കെ തന്തയുടെ ഫാമിൽ നിന്ന് ഫ്രീ ആയിട്ട് കൊണ്ടുവരുന്നതാണോ? തമിഴ്നാട്ടിൽ നിന്ന് വില പറഞ്ഞു വാങ്ങുന്ന ചരക്ക് തന്നെയല്ലേ? എടാ മക്കളെ, എടുത്തു ചാടല്ലേ. ആരാ എന്താ എന്നൊക്കെ അന്വേഷിക്കുക. എന്നിട്ട് മതി. കിലോയ്ക്ക് 100 രൂപ കുറിച്ച് എത്ര നാള് കച്ചവടം നടത്തും? ഒറ്റയാഴ്ച കൊണ്ട് പൂട്ടിപ്പോയില്ലെങ്കിൽ എൻ്റെ പേര് ആൻ്റപ്പൻ എന്നല്ല. നമ്മൾ ചോദിക്കണ്ടേ? പീറ്റർ നിന്ന് ജ്വലിച്ചു. ആരോട് ചോദിക്കാൻ? എടാ, ഇത് അവൻ്റെ പണിയല്ലേ, ശൗര്യയുടെ. അവൻ നിന്നെ വെല്ലുവിളിച്ചോണ്ടല്ലേ പോയത് കട പൂട്ടിക്കുമെന്ന്. അത് ശരിയാണല്ലോ. അതിങ്ങനെയാണെന്ന് അപ്പം വിചാരിച്ചില്ലല്ലോ. ഏതവനാ കട പൂട്ടിക്കാൻ വരണേന്ന് നോക്കിയിരിക്കുമായിരുന്നു ഞാൻ. ഇക്കണക്കിന് പോയാൽ നമ്മൾ പൂട്ടേണ്ടി വരും, ജോമൻ പറഞ്ഞു. അവൻ എത്ര ദിവസം വില കുറച്ച് വിൽക്കും? വെല്ലുവിളിയുടെ സ്വരത്തിൽ ആൻ്റപ്പൻ മക്കളോട് ചോദിച്ചു. അവൻ നമ്മുടെ കട പൂട്ടിക്കും പപ്പ. ലക്ഷക്കണക്കിന് രൂപ നഷ്ടം വന്നാലും അവന് സഹിക്കും. അതിനു വേണ്ടിയാ അവൻ അങ്ങനൊരു കടയിട്ടത്. അവൻ അവിടെങ്ങാനും നിൽപ്പുണ്ടോ? ആൻ്റപ്പൻ തിരക്കി. അവനെ കാണാനേയില്ല. നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തവരാ അവിടെ ജോലിക്ക് നിൽക്കണത്, ജോമോൻ പറഞ്ഞു. അവൻ പുറകിൽ നിന്നോണ്ട് ചെയ്യിക്കുക. നമുക്കും 100 രൂപ വെച്ച് കുറച്ച് വിറ്റാലോ പപ്പ? അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, പീറ്റർ ചോദിച്ചു. നീ എന്താടാ ഈ പറയുന്നേ? എങ്ങനെ മുതലാകാനാ?
അല്ല, ആദ്യം കുറച്ച് ദിവസത്തേക്ക് മാത്രം. അവൻ പിന്നെയും 50 രൂപ കൂടി കുറച്ചെങ്കിലോ? നമ്മൾ എന്നാ ചെയ്യും? അവനോട് മത്സരിക്കാൻ നിൽക്കണ്ട, ജോമോൻ പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താലോ? ഇറച്ചിക്കട നടത്തണമെങ്കിൽ ലൈസൻസ് വേണ്ടേ? മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലുമൊക്കെ ഫീസ് അടയ്ക്കണം. അവൻ അതൊന്നും ചെയ്തു കാണത്തില്ല. ഒറ്റ ദിവസം കൊണ്ട് പൂട്ടിക്കാം അവൻ്റെ കട. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഇറച്ചി എന്തു ചെയ്യും? ഹോട്ടലുകാർക്കുള്ളത് അവർ വന്ന് കൊണ്ടുപോയിക്കോളും. അവർ കടമാണല്ലോ, ബാക്കി ഇറച്ചി. ആൻ്റപ്പന് അതാണ് പ്രശ്നം. നമുക്ക് ആലപ്പുഴയോ ചേർത്തലയോ കൊണ്ടുപോയി കോൾഡ് സ്റ്റോറേജിൽ കൊടുക്കാം, പീറ്റർ പറഞ്ഞു. എടാ, വില കുറച്ചേ കിട്ടത്തുള്ളൂ. അല്ലാതിപ്പോൾ എന്നാ ചെയ്യാനാ? ജോമോൻ കൈമലർത്തി. ഇതിനിടയിൽ പീറ്ററിൻ്റെ ഒരു പരിചയക്കാരൻ കടയിലേക്ക് വന്ന് പറഞ്ഞു, എടാ പീറ്ററെ, നിന്റെ പഴയ കൂട്ടുകാരനുണ്ടല്ലോ, മരിച്ചുപോയ തോബിയാസ് ചേട്ടൻ്റെ മോൻ മൈക്കേൽ. അവനാണ് ജീസസ് മീറ്റ് സ്റ്റാളിൻ്റെ മാനേജർ. മാനേജരോ? ഇറച്ചിക്കടയ്ക്ക് മാനേജരോ? ആൻ്റപ്പൻ പുച്ഛിച്ചു. ആ, അവനാ കസേരയിലിരുന്നുണ്ട് പൈസ വാങ്ങിച്ച് പെട്ടിയിലിടുന്നേ. അവനാണോ? എങ്കിൽ ഞാനിപ്പോൾ തന്നെ ചോദിച്ചിട്ടേ ഉള്ളൂ. പീറ്റർ ലുങ്കി മാടിക്കുത്തി അപ്പോൾ തന്നെ കടയിൽ നിന്നിറങ്ങി. നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാം. ജോമോനും പീറ്ററിനോടൊപ്പം പോയി. ജീസസ് സ്റ്റാളിൻ്റെ മുൻപിൽ എന്തെന്നില്ലാത്ത ആൾത്തിരക്ക്. ഈ തെണ്ടികളെല്ലാം നമ്മുടെ കടയ്ക്ക് മുന്നിൽ വന്ന് ക്യൂ നിന്നോണ്ടിരുന്നവരാ, പീറ്റർ പറഞ്ഞു. 100 ഉലുവ കുറച്ചെന്ന് കേട്ടപ്പോൾ ഓടി ഇവിടെ വന്നിരിക്കുന്നു. പീറ്ററും ജോമോനും മറ്റുള്ളവരുടെ പിന്നിൽ വന്ന് മൊത്തത്തിൽ ഒരവലോകനം നടത്തി. 4-5 ബംഗാളി പയ്യന്മാരുണ്ട് ജോലിക്ക്. അവർ ആ ജോലിയിൽ പരിചയമുള്ളവരാണെന്ന് വ്യക്തം. ഏതൊക്കെയോ കശാപ്പ് കടയെന്ന് കൂലി കൂടുതൽ കൊടുത്ത് പൊക്കിക്കൊണ്ടു വന്നതാ. പുതിയ പണിക്കാരൊന്നും ഇത്രയും സ്പീഡായിട്ട് ചെയ്യത്തില്ല, ജോമൻ പറഞ്ഞു. പീറ്റർ കടയുടെ മുന്നിലെ തിണ്ണയിലേക്ക് കയറി പണപ്പെട്ടിക്കരികിൽ കസേരയിട്ടിരിക്കുന്ന ആളെ വിളിച്ചു. എടാ മൈക്കലേ. മൈക്കൽ 2000-ൻ്റെ നോട്ട് കസ്റ്റമറിൽ നിന്ന് വാങ്ങിയിട്ട് ഇറച്ചിവില കഴിച്ച് ബാക്കി പൈസ എണ്ണിക്കൊടുക്കുകയായിരുന്നു. മൈക്കൽ തലപൊക്കി നോക്കി. പീറ്റർ, ജോമോൻ. എന്നാ തെണ്ടിത്തരമാടാ നീ കാണിക്കുന്നേ? ഈ ലോകത്തെല്ലായിടത്തും പോത്തിറച്ചിയുടെ വില കിലോ 300 രൂപയാ. നീ 200-ന് വിൽക്കുന്നത് എവിടുത്തെ ന്യായമാ? പീറ്റർ കലി പൂണ്ട് ചോദിച്ചു. പീറ്ററെ, കട എൻ്റേതല്ല, ശൗരിക്കുട്ടിയുടേതാ. ഞാൻ ശമ്പളക്കാരനാ. എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. നീ എന്നു മുതലാണടാ അവൻ്റെ ശമ്പളക്കാരനായത്? ഇന്നലെ വരെ പണിയൊന്നുമില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടന്നവനല്ലേ നീ? അതെ, എൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ട് ശൗരിക്കുട്ടിക്ക് ഒരലിവ് തോന്നി. അതാടാ സ്നേഹം. നിന്റെ കഷ്ടപ്പാട് കണ്ടിട്ടാണോ അവന് അലിവ് തോന്നിയത്? അതോ നിന്റെ പെങ്ങളെ കണ്ടിട്ടാണോ? പീറ്റർ ഒച്ചയെടുത്തു. മൈക്കൽ കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. പീറ്ററെ, സൂക്ഷിച്ച് സംസാരിക്കണം. കടയിൽ കയറി വന്ന് പോക്കൃത്തരം പറയരുത്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണടാ ഒറ്റ ദിവസം കൊണ്ട് നിന്നെ പിടിച്ച് അവൻ മാനേജരാക്കിയത്? നിനക്കതിന് എന്ത് യോഗ്യതയുള്ളത്? നിന്റെ സ്വഭാവമല്ല പീറ്ററെ ശൗരിക്കുട്ടിയുടേത്. നീ എന്താ എൻ്റെ വീട്ടിൽ കയറി വന്ന് ചെയ്തതെന്ന് എനിക്കറിയാം. നിനക്കെന്തറിയാവുന്നാടാ? നിന്റെ പെങ്ങളെ കെട്ടിപ്പിടിച്ച് ഞാൻ ഉമ്മ കൊടുത്തിട്ടുണ്ടെന്ന്. അത്രയല്ലേ നിനക്കറിയത്തുള്ളൂ. ഞാൻ അതിലും കൂടുതൽ പലതും ചെയ്തിട്ടുണ്ടടാ. മൈക്കേലിൻ്റെ ഹൃദയം മുറിഞ്ഞു. അഭിമാനം വ്രണപ്പെട്ടു. കടയിലുള്ളവരും ഇറച്ചി വാങ്ങാൻ വന്നവരും കേൾക്കുകയാണ്. മൈക്കൽ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. തൊട്ടപ്പുറത്ത് മരമുട്ടിയിലിരുന്ന കശാപ്പ് കത്തിയെടുത്തു. നീ എന്ത് ചെയ്തിട്ടുണ്ടടാ? പറയടാ. മൈക്കേൽ അലറിക്കൊണ്ട് പീറ്ററിൻ്റെ നേർക്ക് വന്നു. ഇവിടെ നിൽക്കണ്ട, വാടാ. ജോമോൻ അനുജൻ്റെ കൈക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് റോഡിലേക്കിറങ്ങി. അവിടെ നിന്നുകൊണ്ട് പീറ്റർ പിന്നെയും വിളിച്ചു പറഞ്ഞു. നിന്റെ പെങ്ങളോട് തന്നെ ചോദിച്ചു നോക്കടാ. അവള് പറയും ഞാൻ എത്ര രാത്രി അവക്ക് കൂട്ടുകിടന്നിട്ടുണ്ടെന്ന്. ചീറിക്കൊണ്ട് റോഡിലേക്ക് പാഞ്ഞ മൈക്കേലിനെ ആരൊക്കെയോ പിടിച്ചു നിർത്തി. കോപാന്തനായ മൈക്കേൽ അവരെ കുതിരിക്കാൻ ശ്രമിച്ചു. ആ നിമിഷം പീറ്ററിനെ മുന്നിൽ കിട്ടിയെങ്കിൽ അവൻ്റെ തല വെട്ടുമെന്ന് തന്നെ തോന്നിച്ചു. കടയിൽ തിരിച്ചെത്തിയ ശേഷം ജോമോൻ അനുജനെ ശാസിച്ചു. നീ എന്നാ വർത്തമാനമാടാ ആ പറഞ്ഞത്? എന്നാ പറഞ്ഞു? ആൻ്റപ്പൻ ചോദിച്ചു. മൈക്കേലിൻ്റെ പെങ്ങളെപ്പറ്റി അനാവശ്യം പറഞ്ഞെന്ന് അത്രയും ആൾക്കാരുടെ മുൻപിൽ വെച്ച് ജോമോൻ സംഭവം വിശദീകരിച്ചു. ഒരു തെറ്റുമില്ല, അത് പോരായിരുന്നു. എല്ലാം കേട്ടിട്ട് ആൻ്റപ്പൻ അഭിപ്രായപ്പെട്ടു. ശൗരിക്കുട്ടി വിളിച്ചപ്പം അവൻ കൂടെ ചേർന്നില്ലേ? നമ്മളാണിവിടെ 10-40 വർഷമായിട്ട് ഇറച്ചിക്കട നടത്തുന്നതെന്ന് അറിയാത്തവനാണോ മൈക്കേൽ? അവൻ്റെ അപ്പന് പോലും അറിയായിരുന്നല്ലോ. നമ്മളെ വെല്ലുവിളിക്കാനും നമ്മുടെ കട പൂട്ടിക്കാനും വേണ്ടിയാണ് ശൗരി ഇറച്ചി കച്ചവടം തുടങ്ങിയതെന്നും അവനറിയാമല്ലോ. അപ്പം അവന് അതുതന്നെ കിട്ടണം. പിന്നല്ലാതെ. പീറ്റർ അത് വരവ് വെച്ചു. നിങ്ങൾക്കും ഒരു പെങ്ങളുണ്ടായിരുന്നു. ശൗരി ഒറ്റയൊരുത്തൻ കാരണമാ അവൾ പരുന്തുംകാലയിൽ പോയത്. ആൻ്റപ്പൻ കൂട്ടിച്ചേർത്തു. നേരം ഉച്ചയാകാറായി. എടാ, ഹോട്ടലുകാർ ഇറച്ചിയെടുക്കാൻ വന്നില്ലല്ലോ. ആൻ്റപ്പന് സംശയമായി. ചേർത്തലയിൽ നിന്ന് പോലും ഹോട്ടലുകാർ വന്ന് ഇറച്ചി കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്.
ജോമോൻ ഹോട്ടലുകാരെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചു. ചിലർ ഫോൺ എടുത്തില്ല. ഒരു ഹോട്ടലുടമ പറഞ്ഞ മറുപടി ഇതായിരുന്നു: ഞങ്ങൾക്ക് ഇറച്ചി വേറെ കിട്ടി, നിങ്ങൾ തരുന്നതിലും പകുതി വിലയ്ക്ക്, അതും വളരെ നല്ല സാധനം. ആൻ്റപ്പൻ മലച്ചുപോയി. എടാ മക്കളെ, ഹോട്ടലുകാർക്കും വേണ്ടെന്ന്. ശൗരി പോയി അവിടെ വെട്ടി. എന്തായാലും നമുക്കിത് ഒന്ന് അന്വേഷിക്കണം. ഇന്നിപ്പോൾ ഞായറല്ലേ, ഓഫീസൊക്കെ അവധിയാ. ശൗരിക്ക് ഇറച്ചി വെട്ടാനുള്ള ലൈസൻസ് ആര് കൊടുത്തു എന്നറിയണ്ടേ? പീറ്റർ വിട്ടുകൊടുക്കാൻ ഭാവമില്ല. എടാ, നമ്മുടെ ഇറച്ചി ഇവിടെ കിടന്ന് ചീഞ്ഞു പോകും. അതെന്ത് ചെയ്യുമെന്ന് പറ. 4-4.5 ലക്ഷം രൂപയുടെ മുതലാ. ആൻ്റപ്പന് ഇന്നത്തെ കാര്യമാണ് വലുത്. ഞങ്ങൾ ആലപ്പുഴയിലും ചേർത്തലയിലും പോയി കോൾഡ് സ്റ്റോറേജുകാരെ കണ്ടിട്ട് വരാം. പീറ്ററും ജോമോനും അപ്പോൾ തന്നെ പോകാൻ തയ്യാറായി. ഉച്ചതിരിഞ്ഞ് ശൗരിക്കുട്ടി ബൈക്കിൽ ആൻ്റപ്പൻ്റെ മീറ്റ് സ്റ്റാളിന് മുന്നിലെത്തി. ആടുമാടുകളുടെ മുറിച്ച കായ്കാലുകളും ഇറച്ചിയും ഇരുമ്പുകുളത്തുകളിൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ട് ശൗരിക്കുട്ടി കടത്തിണ്ണയ്ക്കടുത്തേക്ക് ബൈക്ക് ചേർത്ത് നിർത്തി. അതിൽ നിന്ന് ഇറങ്ങാതെ ചോദിച്ചു: അണ്ണനിന്ന് കച്ചവടം വളരെ മോശം അല്ലയോ അണ്ണ? ആൻ്റപ്പൻ പീറ്റർ കടയ്ക്കകത്ത് നിന്നുകൊണ്ട് അല്പം ഭീതിയോടെ ശൗരിക്കുട്ടിയെ നോക്കി. പഴയ കാഴ്ചപ്പാടിലല്ല ആൻ്റപ്പൻ ഇപ്പോൾ ശൗരിക്കുട്ടിയെ കാണുന്നത്. അവനൊന്നും നിശ്ചയിച്ചാൽ അത് ചെയ്തിരിക്കുമെന്ന് ഇന്നത്തോടെ അയാൾക്ക് വിശ്വാസം വന്നു. എൻ്റെ പെങ്ങളുടെ കല്യാണം ക്ഷണിക്കാൻ വേണ്ടി തൻ്റെ വീട്ടിൽ വന്നപ്പം ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? തൻ്റെ ഇറച്ചിക്കട പൂട്ടിക്കുമെന്ന്. ആടും മാടും കോഴിയും കൂടെ കുറഞ്ഞത് 3 ലക്ഷം രൂപയുടെ മുതലെങ്കിലും കാണുമല്ലോ ഈ തൂങ്ങിക്കിടക്കണത്. ഇത് താൻ വീട്ടിൽ കൊണ്ടുവച്ച് പുഴുങ്ങി തിന്നലേ നടക്കത്തുള്ളൂ. നീ പോടാ വൃത്തികെട്ടവനെ. നീ നിന്റെ ഇറച്ചിക്കടയിൽ പോയി പ്രസംഗിക്ക്. എൻ്റെ കടേൻ്റെ മുമ്പിൽ വന്ന് നിന്നോണ്ട് വീരവാദം പറയണ്ട. ഞാൻ അങ്ങോട്ട് പോവുക. തൻ്റെ മക്കള് കോൾഡ് സ്റ്റോറേജ് പിടിക്കാൻ പോയിട്ടുണ്ടല്ലോ. അത് ശൗരിക്കുട്ടി എങ്ങനെ അറിഞ്ഞുവെന്ന് ആൻ്റപ്പൻ ആശ്ചര്യപ്പെട്ട് നിൽക്കെ അയാളെ ഞെട്ടിച്ചുകൊണ്ട് അവൻ അടുത്ത വെടിയും പൊട്ടിച്ചു. ആലപ്പുഴ, ചേർത്തല, അമ്പലപ്പുഴ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള സകല കോൾഡ് സ്റ്റോറേജും ശൗരിക്കുട്ടി ഇന്ന് വാടകയ്ക്ക് എടുത്തിരിക്കുക. ഒന്നും കിട്ടത്തില്ല. തൻ്റെ ഇറച്ചി ചങ്ങനാശ്ശേരി കൊണ്ടുപോയി ലേലം ചെയ്യ. പക്ഷേ അപ്പോഴേക്കും ചീഞ്ഞു തുടങ്ങും. തമ്മിൽ ഭേദം നിങ്ങൾ അപ്പനും മക്കളും കൂടി വീട്ടിൽ കൊണ്ടുപോയി പുഴുങ്ങി തിന്നുന്നതാ. പോട്ടെ. ശൗരിക്കുട്ടി ബൈക്കെടുത്ത് ജീസസ് മീറ്റ് സ്റ്റാളിലേക്ക് പോയി. അവിടുത്തെ കച്ചവടം ഏകദേശം തീരാറായി. ഇത്ര പെട്ടെന്ന് എല്ലാം വിറ്റു തീർന്നോ? ശൗരിക്കുട്ടി മൈക്കേലിനോട് തിരക്കി. നല്ല കച്ചവടമായിരുന്നു, മൈക്കേൽ പറഞ്ഞു. ആൻ്റപ്പൻ്റെ കടയിൽ എല്ലാ ഇരുമ്പുകുളത്തിലും പോത്തുംകാല് മുഴുവനോടെ തൂങ്ങിക്കിടക്കുക. ഞാൻ അവിടെ പോയിട്ടാ വരുന്നേ. അവന്മാർ വല്ലതും പറഞ്ഞോ? ഇല്ല, കോൾഡ് സ്റ്റോറേജ് തപ്പിപ്പോയിരിക്കുകയാണ്. മൈക്കേൽ വരവ് ചെലവ് കണക്കുകളെല്ലാം എഴുതി കൂട്ടി വച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം പരിശോധിക്കുന്നതിനിടയിൽ ശൗരിക്കുട്ടി ചോദിച്ചു: നിനക്കെന്താ ഒരു വല്ലായ്മ? ഒന്നുമില്ല. നീ കാര്യം പറ മൈക്കേലെ. നിർബന്ധിച്ചിട്ടാണ് മൈക്കേൽ പറഞ്ഞത്. മേബിളിനെപ്പറ്റി പീറ്റർ പരസ്യമായി അപവാദം പറഞ്ഞെന്ന്. ശൗരിക്കുട്ടി എല്ലാം മൂളിക്കേട്ടു. എനിക്ക് അവനെ കൊല്ലണം ശൗരിക്കുട്ടി, അല്ലാതെ എൻ്റെ ചങ്കിലെ തീ കെടൂല്ല. മൈക്കേൽ അപമാനിതനാണെന്ന് ശൗരിക്ക് മനസ്സിലായി. നീ കൊല്ലാനൊന്നും പോകണ്ട. വണ്ടാനത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രി നീ അവനെ കാണാൻ ചെല്ലണം. ഒരു പൂച്ചെണ്ട് അവന് കൊടുത്തിട്ട് പറയണം, മേലിൽ നീ പെങ്ങളെപ്പറ്റി ഒരക്ഷരം മിണ്ടിപ്പോകരുതെന്ന്. മൈക്കേലിന് ഒന്നും മനസ്സിലായില്ല. സാരമില്ലടാ, ഞാനില്ലേ നിന്റെ കൂടെ. അവളോട് നീ ഇതൊന്നും പറയില്ല കേട്ടോ. അവൾക്ക് ഭയങ്കര മനപ്രയാസമാകും. മൈക്കേലിനെ സമാധാന വാക്കുകൾ പറഞ്ഞ് സാന്ത്വനപ്പെടുത്തിയാണ് ശൗരിക്കുട്ടി വീട്ടിലേക്ക് അയച്ചത്. അടുത്ത ഭാഗം നാളെ.